വരേണേ നിന്റെ ദിവ്യ പ്രസാദം തരണേ. ആശ്വാസദായകൻ നീയേ, ദൈവത്തിൻ പരിദാനം നീയേ. ദൈവത്തിൻ കൈവിരൽ നീയേ, സ്വർഗത്തിൻ കൈയൊപ്പും നീയേ. ജീവന്റെ വചസ്സുകൾ നാവിൽ നിത്യം തൂവിത്തരുന്നതും നീയേ. മാംസരക്തങ്ങളെ നിന്റെ മാന്ത്രികാങ്കുലിയാൽ തൊടുമ്പോ ജീർണതയെല്ലാം ഒളിക്കും. മണ്ണിൽ ജീവചൈതന്യം തുടിക്കും. ദൈവത്തെയും പുത്രനെയും നിന്നിലൂടറിയുന്നു ഞങ്ങൾ. അവരുടെ ആത്മാവാം നിന്നിൽ പാരം വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. ായിരിക്കട്ടെ എന്നും സ്തുതിയായിരിക്കട്ടെ എന്നും സ്തുതിയായിരിക്കട്ടെ എന്നും സ്തുതിയായിരിക്കട്ടെ എന്നും. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെയും, ഇന്ന് പിറവിത്തിരുന്നാൾ അഥവാ ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ വലിയ വിസ്മയനീയമായ സന്തോഷത്തിലാണ് ലോകമെമ്പാടും സഭ മുഴുവനും. നമ്മൾ അതിൻ്റെ ആഴമായ പ്രബോധനങ്ങളെക്കുറിച്ചെല്ലാം കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ചതാണ് ഈ മതബോധന പഠന കളരിയിൽ. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഡിസംബർ മാസം 24-25 ദിവസങ്ങളിലെ ആരാധന ക്രമങ്ങളിൽ നമ്മളെല്ലാവരും വലിയ അനുഭവത്തിലേക്ക് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഈ ക്രിസ്മസ് വലിയ ഒരു അനുഭവമായിരുന്നു. അതിലേറ്റവും പ്രധാനമായ അനുഭവം ഇതാണ്: മനുഷ്യാവതാരത്തിലൂടെ നമ്മുടെ ബലഹീന പ്രകൃതി, അധപ്പതിച്ച പ്രകൃതി ഏറ്റെടുത്തു. അത് വീണ്ടും വീണ്ടും ഇപ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരികയാണ്. അതിതാണ്: നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും
അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്രാക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. നമ്മുടെ ബലഹീനമായ പ്രകൃതിയെ മഹത്വം അണിയിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ മഹാരഹസ്യം നമുക്കത്ര എളുപ്പമല്ല. കാരണം നമ്മുടെ മനസ്സും ചിന്തകളും എല്ലാം മറ്റൊരു ലോകത്തിൻ്റെ ചിന്തയിലാണ്. ഒരു ആർഭാടത്തിൻ്റെ, എന്തോയൊക്കെ ലൗകികമായിട്ടുള്ളത് നേടാനുള്ള ഒരു അഭിവാഞ്ഛ. അതിനെക്കുറിച്ച് ഞാനിനി വിശദമായി പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു എന്ന വലിയ രഹസ്യം. അതാണ് വചനം മാംസമായി എന്ന് പറയുന്നതിലൂടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 14-ാമത്തെ വചനം, വചനം മാംസമായി ഞങ്ങളുടെ ഇടയിൽ വസിച്ചു. അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. എമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. എങ്ങനെയാണ് ദൈവം നമ്മോട് കൂടെ ആയത്? അപ്പോൾ അതിൻ്റെ തുടർന്നുള്ള വിചിന്തനത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. 461 വചനം മാംസമായി എന്ന വിശുദ്ധ യോഹന്നാൻ്റെ വാക്യത്തെ ആധാരമാക്കി മനുഷ്യപ്രകൃതിയിൽ മനുഷ്യ രക്ഷാകർമ്മം പൂർത്തിയാക്കാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യപ്രകൃതി സ്വീകരിച്ചു. ഈ ഒരു കാര്യമാണ് നമ്മൾ വീണ്ടും വീണ്ടും ധ്യാനിക്കുന്നത്. എന്താണ് ഈ മനുഷ്യപ്രകൃതി? വിശുദ്ധരാണോ? ആദത്തിൻ്റെ പാപം മൂലം വികലമായ പാപികളായ ആത്മാവ് മരിച്ച ആ മനുഷ്യപ്രകൃതിയാണ് മനുഷ്യാവതാരത്തിലൂടെ വചനം സ്വീകരിച്ചത്. വചനം ആകുന്ന വ്യക്തി സ്വീകരിച്ചത്. അതാണ് ഇവിടെ പറയുന്നത്. എന്ന സത്യം പ്രകാശിപ്പിക്കുവാൻ മനുഷ്യാവതാരം എന്ന സംജ്ഞ സഭ ഉപയോഗിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ അയൽവക്കക്കാരായ ഒരുപക്ഷെ നമ്മളോട് ശത്രുത പുലർത്തുന്നവരും ലോകത്തിലുള്ള സകല പാപികളും നമ്മുടെ വീട്ടിലുള്ള പാപികളും എല്ലാം ഈ ശരീരത്തിലുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കാമോ? ഈശോ മനുഷ്യവംശത്തെ മുഴുവനും മാത്രമല്ല സകല ജീവജാലങ്ങളെയും സകല സൃഷ്ടിയെയും ഈശോയുടെ ശരീരത്തിൽ ഉണ്ട്. CCC 483 അതായത് മനുഷ്യാവതാര രഹസ്യത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിൻ്റെ സംഗ്രഹത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫാണ്. അങ്ങനെ മനുഷ്യാവതാരം വചനമാകുന്ന ഏക വ്യക്തിയിൽ ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും തമ്മിൽ നടന്ന അത്ഭുതകരമായ സംയോജനത്തിൻ്റെ രഹസ്യമാണ്. അങ്ങനെ മനുഷ്യാവതാരം എന്നത് വചനമാകുന്ന ഏക വ്യക്തിയിൽ മനുഷ്യപ്രകൃതിയും
ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും തമ്മിൽ നടന്ന അത്ഭുതകരമായ സംയോജനത്തിൻ്റെ രഹസ്യമാണ്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്. ചില കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് കുറച്ചുകൂടി. ദ ഇൻകാർണേഷൻ ഈസ് ദെയർഫോർ ദ മിസ്റ്ററി ഓഫ് ദ വണ്ടർഫുൾ യൂണിയൻ ഓഫ് ദ ഡിവൈൻ ആൻഡ് ഹ്യൂമൻ നേച്ചേഴ്സ് in the one person of the word. One person of the word. അതാണ് ഇവിടുത്തെ ഒരു കാര്യം. വചനമാകുന്ന ഏക വ്യക്തിയിൽ. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, വചനം ഒരു വ്യക്തിയാണെന്ന്. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ വചനം. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. കണ്ടോ, അവൻ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ, പിന്നെ പറയുന്നത് അവൻ എന്നാണ്. വചനം ഒരു വ്യക്തിയാണ്, വചനം ഒരു വ്യക്തിയാണ്, ദൈവ വ്യക്തിയാണ്, ത്രിത്വത്തിൻ്റെ രണ്ടാമത്തെ ആളായ വ്യക്തിയാണ് വചനം. ആ വചനമാകുന്ന വ്യക്തിയിൽ ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും തമ്മിൽ നടന്ന അത്ഭുതകരമായ സംയോജനത്തിന് രഹസ്യമാണ് ഈ മനുഷ്യാവതാരം. അപ്പോൾ അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്: The incarnation is therefore the mystery of the wonderful union of the divine and human natures in the one person of the word. സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ പ്രാവശ്യം കേട്ടിട്ടുള്ളതാണെങ്കിലും ഇന്നത്തെ ഈ വലിയ ആഘോഷത്തിൽ നമ്മൾ ഈ രഹസ്യം മറക്കരുത്. നമ്മളെല്ലാവരും വലിയ ആഘോഷത്തിലാണ് ക്രിസ്മസിൻ്റെ. എന്നാൽ ആ ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ അവിടെ നിന്ന് ഈ രഹസ്യത്തിലേക്ക് നോക്കാനൊന്ന് ആഗ്രഹിക്കുകയാണ്. ഈ 482 ക്രിസ്തു സത്യദൈവവും സത്യമനുഷ്യനുമായാൽ, ട്രൂ ഗാഡ് ആൻഡ് ട്രൂ മാൻ. ക്രിസ്തു സത്യദൈവവും സത്യമനുഷ്യനുമാകയാൽ അവിടത്തേക്ക് ഒരു മാനുഷിക ബുദ്ധിയും മനസ്സുമുണ്ട്. ഇത് ദൈവിക ബുദ്ധിക്കും ദൈവിക മനസ്സിനും പൂർണ്ണമായി അനുരൂപപ്പെട്ടതും വിധേയവുമായിരുന്നു. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഒത്ത് അവിടത്തേക്ക് പൊതുവായുള്ളതുമായിരുന്നു. അതാണ് അടുത്ത രഹസ്യം. ക്രിസ്തു സത്യദൈവവും സത്യമനുഷ്യനും ആകയാൽ, ട്രൂ ഗാഡ് ആൻഡ് ട്രൂ മാൻ. ക്രിസ്തു സത്യദൈവവും സത്യമനുഷ്യനുമാകയാൽ അവിടത്തേക്ക് ഒരു മാനുഷിക ബുദ്ധിയും മനസ്സുമുണ്ട്. അതാണ് ക്രിസ്തുവിന് 2 മനസ്സുണ്ട്. ഒന്ന് ദൈവിക മനസ്സ്, ഒന്ന് മാനുഷിക മനസ്സ്. ഒരു മാനുഷിക ബുദ്ധിയും മനസ്സുമുണ്ട്. ഇവ ദൈവിക ബുദ്ധിക്കും ദൈവിക മനസ്സിനും പൂർണ്ണമായി അനുരൂപപ്പെട്ടതും വിധേയവുമായിരുന്നു. അതാണ് ഈശോയുടെ ആ മാനുഷിക മനസ്സും മാനുഷിക ബുദ്ധിയും ദൈവവുമായിട്ട് മൽപ്പിടുത്തത്തിലല്ല,
ദൈവവുമായിട്ട് അനുസരണയിലാണ്. അതായത് ഈശോയിൽ തന്നെയുള്ള ദൈവിക മനസ്സും ദൈവിക ബുദ്ധിയും ആയിട്ട് വിധേയപ്പെട്ടായിരുന്നു. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഒത്ത് അവിടത്തേക്ക് പൊതുവായുള്ളതുമായിരുന്നു. ഇനി അടുത്തത് 451. യേശുക്രിസ്തുവിൽ 2 പ്രകൃതികളുണ്ട്, ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും. ഈ പ്രകൃതികൾ തമ്മിൽ കൂടിക്കലരാതെ ദൈവപുത്രൻ്റെ ഏക വ്യക്തിത്വത്തിൽ സംയോജിച്ചിരിക്കുന്നു. അതാണ് ഈശോയുടെ ഈ പ്രകൃതികൾ തമ്മിൽ, മനുഷ്യപ്രകൃതിയും ദൈവപ്രകൃതിയും തമ്മിൽ കൂടിക്കലരാതെ അതെന്താ എൻ്റെ അർത്ഥം? ദൈവവും മനുഷ്യനും ഒന്നായെങ്കിലും അവരുടെ പ്രകൃതികൾ തമ്മിൽ ഒന്നാകുന്നില്ല, അഥവാ പ്രകൃതികൾ തമ്മിൽ കൂടിക്കലരുന്നില്ല. ഒന്നാകുന്നുണ്ട്, കൂടിക്കലരുന്നില്ല. യേശുക്രിസ്തുവിൽ 2 പ്രകൃതികളുണ്ട്, ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും. ഈ പ്രകൃതികൾ തമ്മിൽ കൂടിക്കലരാതെ ദൈവപുത്രൻ്റെ ഏക വ്യക്തിത്വത്തിൽ സംയോജിച്ചിരിക്കുന്നു. ഇതാണ് കാൽസിഡോണിയൻ സൂനഹദോസിൻ്റെ വലിയ പ്രഖ്യാപനം. അത് 467 കാറ്റഗിസം 467 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദൈവപുത്രൻ തൻ്റെ ദൈവിക വ്യക്തിത്വത്തിലേക്ക് മനുഷ്യപ്രകൃതി സ്വീകരിച്ചതോടെ മിശിഹായുടെ മനുഷ്യപ്രകൃതി ശൂന്യമായി പോയെന്ന് ഏക സ്വഭാവവാദികൾ വാദിക്കുന്നു. ഈ പാഷാണ്ഡതയെ നേരിടേണ്ടി വന്നപ്പോൾ കാൽസിഡോണിൽ ചേർന്ന 4-ാം സാർവത്രിക സൂനഹദോസ് ഇങ്ങനെ പ്രഖ്യാപിച്ചു. ഇത് നമ്മൾക്ക് റിപ്പീറ്റേഷനാണ് എങ്കിലും ഇത് കുറച്ചും കൂടി ആഴമായിട്ട് എനിക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാകുകയാണ്. അതുകൊണ്ട് ഞാൻ അതിനെ കുറച്ചുകൂടി വിവരിക്കാൻ പോവുകയാണ്. വിശുദ്ധ പിതാക്കന്മാരെ അനുകരിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന ഒരേ ഒരു പുത്രനെ ഏറ്റുപറയുകയും അവിടത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ദൈവത്വത്തിൽ പൂർണ്ണനാണ്, അവിടുന്ന് മനുഷ്യത്വത്തിലും പൂർണ്ണനാണ്. ശരീരവും യുക്തിസഹമായ യുക്തിസഹമായ ആത്മാവും ഉള്ള അവിടുന്ന് യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണ്. അവിടുത്തെ ദൈവിക പ്രകൃതിയെ സംബന്ധിച്ച് അവിടുന്ന് പിതാവിനോട് സത്തൈക്യം കോൺസബ്സ്റ്റാൻഷ്യേഷൻ ഉള്ളവരാണ്. മനുഷ്യപ്രകൃതിയെ സംബന്ധിച്ച് അവിടുന്ന് നമ്മോട് സത്തൈക്യമുള്ളവരാണ്. പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നമ്മെ പോലെയാണ്. ദൈവത്വത്തിൽ യുഗങ്ങൾക്ക് മുൻപ് തന്നെ അവിടുന്ന് പിതാവിൽ നിന്ന് ജനിച്ചു, അവിടുത്തെ ദൈവത്വം. എന്നാൽ ഈ അവസാന നാളുകളിൽ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും മനുഷ്യത്വത്തിൽ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നും പൂജാതനായി. ഇത് ഇത്രയെല്ലാം മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്നാൽ ഇതിന് ശേഷമുള്ള കാര്യം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അതിങ്ങനെയാണ്: കർത്താവും ഏകജാതനുമായ ഒരേ ഒരു ക്രിസ്തു അന്യോന്യം മിശ്രണമോ പരിവർത്തനമോ വിഭജനമോ വിയോഗമോ ഇല്ലാത്ത 2 പ്രകൃതികളോട് കൂടിയവനാണെന്ന് അംഗീകരിക്കപ്പെടണമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇതാണ് കൂടുതൽ ആഴം.
ദൈവമനുഷ്യ പ്രകൃതികളുടെ സംയോഗം മൂലം പ്രകൃതികൾക്ക് തമ്മിലുള്ള വ്യത്യാസം നഷ്ടമായില്ല. മറിച്ച് ഏക വ്യക്തിയിലും ഏക ഉപസ്ഥിതിയിലും പ്രകൃതികൾ ഒരുമിച്ച് ചേരുമ്പോഴും ഓരോ പ്രകൃതിയും അതിൻ്റേതായ സവിശേഷത നിലനിർത്തുന്നു. അപ്പോൾ ഇവിടെ ഈ ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും ഇപ്പം നമ്മൾ കേട്ടതൊന്നുകൂടി വായിക്കണം. 481 അത് കലരുന്നില്ല. 481 യേശുക്രിസ്തുവിൽ 2 പ്രകൃതികളുണ്ട്, ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും. ഈ പ്രകൃതികൾ തമ്മിൽ കൂടിക്കലരാതെ ദൈവപുത്രന്റെ ഏക വ്യക്തിത്വത്തിൽ സംയോജിച്ചിരിക്കുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് മറ്റൊരു രീതി ഉപയോഗിക്കുകയാണ്. ഈ മനുഷ്യവംശം മുഴുവനും ഈശോയുടെ ഒരു മണവാട്ടിയെ പോലെയാണ്. അതാണ് ഇസ്രായേൽ ജനം. ഇപ്പൊ നമ്മൾ സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്ന് പറയും. സഭ മാത്രമല്ല, എല്ലാ മനുഷ്യരും ചേർന്ന മനുഷ്യവംശം മണവാട്ടിയാകും, അല്ലെങ്കിൽ മണവാട്ടിയാണ്. കാരണം ഇനി വിശ്വസിക്കാനുള്ളവരും പിന്നീട് വിശ്വസിക്കുമല്ലോ. അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ മറ്റൊരു സ്വപ്നം ഉപയോഗിക്കാം. ഇപ്പം എസെക്കിയേലിലും യെശയ്യായിലും ഹോസിയായിലും എല്ലാം ഇസ്രായേൽ ജനം വഴിതെറ്റിപ്പോയി, ദൈവത്തെ ധിക്കരിച്ചു, ദൈവത്തെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ദൈവ പറയുന്നതനുസരിക്കാതെ വലിയ പാപത്തിൽ അവിശ്വസ്തതയിൽ ജീവിച്ചപ്പോഴാണ് അവരെ ബാബിലോണിയൻ അടിമത്വത്തിലേക്ക് നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ട് പോയത്. അങ്ങനെ ബാബിലോണിയൻ അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന ആ ഇസ്രായേൽ അന്ന് ഇങ്ങനെ വിചാരിച്ചു, ഞങ്ങളെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല, ഞങ്ങൾ നശിച്ചു, ഞങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും സാധിക്കില്ല, ഞങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞ് അവരെ എഴുതി തള്ളി അവരെ. അപ്പോഴാണ് ജെറമിയ 29:11 പറയുന്നത്, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിനും നിങ്ങളുടെ ശുഭകരമായ ഭാവിക്കുമുള്ള പദ്ധതിയാണ്. നിങ്ങൾ നശിക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും, ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഈ വചനത്തിൻ്റെ അർത്ഥം നശിച്ച് എന്ന് വിചാരിച്ച ഇസ്രായേൽ ജനത്തിനെ ബാബിലോണിയൻ അടിമത്വത്തിൽ നിന്ന് അവരുടെ ഒരു പ്രവൃത്തി കൂടാതെ, അവരുടെ ഒരു പ്രവൃത്തിക്കും അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അവർക്ക് തിരിച്ചു വരാൻ അവരുടെ ഒരു ശക്തിക്കും സാധ്യമല്ല. എന്നാൽ കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലൂടെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. നിങ്ങൾ എന്നോട് അവിശ്വസ്തരായെങ്കിലും ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തമാക്കി, ഐ എക്സ്പൗസ് യു, ഞാൻ നിങ്ങളെ എൻ്റെ മണവാട്ടിയാക്കിയിരിക്കുന്നു. അതാണ് യെശയ്യാ 54 പറയുന്നത്, കർത്താവ് നിങ്ങളുടെ ഭർത്താവാണ് എന്ന് പറയണം. അത് ഇസ്രായേൽ ജനത്തിനോട് പറഞ്ഞതാണ്. ഹോശിയായോട് പറഞ്ഞു, നീ ഒരു വേശ്യയെ വിവാഹം കഴിക്കുവിൻ. അത് ഇസ്രായേൽ ജനത്തിന് കാണിച്ചു കൊടുക്കാനാണ്. അവർ അവിശ്വസ്തത കാണിച്ചാലും അവരെ ദൈവം
ഒരു മണവാട്ടിയായി സ്വീകരിക്കുന്നു. ഇതെല്ലാം പുതിയ നിയമത്തിലേക്കുള്ള വരവിനെ ഒരു മുൻ അനുഭവമാണ്. അങ്ങനെ ഈശോ അങ്ങനെ ആ ജെറമ്യാ 31 പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ നൽകിയ ഉടമ്പടി നിങ്ങൾ പാലിച്ചില്ല, എന്നാൽ അതിനാൽ ഇപ്പോൾ ഞാൻ പുതിയ ഒരു ഉടമ്പടി ചെയ്യുന്നു. അത് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ പഴയ ഉടമ്പടി പോലെ ആയിരിക്കില്ല. ആ പഴയ ഉടമ്പടി കൽഭലകളിലാണ് എഴുതിയത്. എന്നാൽ ഈ പുതിയ ഉടമ്പടി എൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ ഹൃദയഫലകങ്ങളിൽ എഴുതും. അതാണ് മനുഷ്യാവതാരത്തിൻ്റെ ഒരു രഹസ്യം. വചനം മാംസമാകുന്നു. വചനം മനുഷ്യൻ്റെ ആത്മാവിലും അവൻ്റെ ശരീരത്തിലും ഇറങ്ങി ആ വചനമാകുന്ന വ്യക്തിയായ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തി മനുഷ്യരുമായിട്ട് ഒന്നായിക്കൊണ്ട് മനുഷ്യരെ വിഴുകുന്നു, മനുഷ്യരെ ഏറ്റെടുക്കുന്നു, മനുഷ്യരെ സ്വന്തമാക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്നെ വിട്ടു പോകാൻ പറ്റില്ല. നിങ്ങൾ എന്നെ വിട്ടു പോയില്ലേ, അതുപോലെ പറ്റില്ല. ഇനി അങ്ങനെ സാധ്യമല്ല. അതുപോലെ നിങ്ങൾക്ക് എന്നെ വിടാൻ പറ്റാത്ത പോലെ ഞാനാകുന്ന വചനമാകുന്ന വ്യക്തി നിങ്ങളുടെ ആത്മാവും മനസ്സും ശരീരവുമായിട്ട് ഒന്നാകും. അതാണ് വചനം മാംസമാകുന്നത്. അപ്പം അതിൻ്റെ ആരംഭമാണ് ആ വചനങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവം മനുഷ്യരെ തൻ്റെ മണവാട്ടിയായി സ്വീകരിക്കുന്ന ആ ഒരു ചിഹ്നം നമ്മൾ ചിന്തിക്കുക. ദൈവം മണവാളനും നമ്മളെല്ലാവരും മണവാട്ടിയും. ദൈവം മണവാളനും നമ്മളെല്ലാവരും മണവാട്ടിയും. ദൈവം മണവാളനും നമ്മളെല്ലാവരും മണവാട്ടിയും. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നത്? ഒരു മണവാളൻ മണവാട്ടി ബന്ധം എന്ന് പറയുന്നത് മണവാളനും മണവാട്ടിയും, അതായത് മണവാളൻ പുരുഷനാണ്, മണവാട്ടി സ്ത്രീയാണ്. അവരുടെ ആ വ്യതിരിക്തത നിലനിൽക്കണം. പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരു മിശ്രമാകരുതല്ലോ. പുരുഷനും തമ്മിലോ സ്ത്രീയും തമ്മിലോ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു മിശ്രണമല്ല. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യതിരിക്തത നിലനിന്നാലേ ആ ബന്ധത്തിന് അതിൻ്റേതായ വ്യക്തിപരമായ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ശരിക്കും പറയുകയാണെങ്കിൽ ആ വിവാഹ ജീവിതത്തിലെ ഒന്നാകൽ നടക്കുകയുള്ളൂ. അവർ തമ്മിൽ ഒന്നാകാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ഒന്നാകൽ തന്നെയാണ് ഇവിടെ ദൈവവും മനുഷ്യബന്ധം എന്ന് പറയുന്നത്. ഒന്നാകൽ. അപ്പോൾ ഒന്നാകൽ ആകണമെങ്കിൽ പുരുഷത്വവും സ്ത്രീത്വവും വ്യതിരിക്തമായാലേ പറ്റുള്ളൂ. ഇപ്പോൾ മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. കർത്താവ് ഏകജാതനുമായ ഒരേ ഒരു ക്രിസ്തു അന്യോന്യ മിശ്രണമോ പരിവർത്തനമോ വിഭജനമോ വിയോഗമോ ഇല്ലാത്ത രണ്ട് പ്രകൃതികളോട് കൂടിയവരാണെന്ന് അംഗീകരിക്കപ്പെട്ടവരാണ്. ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവമനുഷ്യ പ്രകൃതികളുടെ സംയോഗം മൂലം പ്രകൃതികൾക്ക് തമ്മിലുള്ള വ്യത്യാസം നഷ്ടമായില്ല. പ്രകൃതികളെങ്കിൽ മനുഷ്യപ്രകൃതിയും ദൈവപ്രകൃതിയും തമ്മിലുള്ള വ്യത്യാസം നിലനിർത്തിക്കൊണ്ടാണ് ഇവർ രണ്ടും ഒന്നാകുന്നത്. അവർ തമ്മിലുള്ളൊരു മിശ്രണമല്ല. ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിരും. ആ മിശിഹായിൽ ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും രണ്ടും വ്യത്യസ്ത പ്രകൃതിയായിട്ട് നിലനിൽക്കേ അവർ ഒന്നാകുന്നു. അതാണ് ഭാര്യയും ഭർത്താവും
ഭാര്യ സ്ത്രീയാണ്, ഭർത്താവ് പുരുഷനാണ്. വ്യത്യാസമുണ്ട് കേട്ടോ. എന്നാൽ അവർ ആ വ്യത്യാസം ഉണ്ടെങ്കിലേ അവർക്ക് ഒന്നാകാൻ പറ്റുള്ളൂ. ഒരു ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് അവരുടെ ഈ വ്യത്യാസം കൊണ്ടാണ് ആ ഒന്നാകലിൽ ആനന്ദവും ആ ഒന്നാകലിലൂടെ ഫലം പുറപ്പെടുവിക്കുന്നത്. ഇതിന്ന് കിട്ടിയ ഭയങ്കര ഒരു കണ്ടെത്തലാണ്. അപ്പോൾ പരിവർത്തനമോ, അപ്പോൾ വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ ഈ രണ്ട് വ്യക്തികളും കൃപയിലൂടെ കൗദാശികമായി ഒന്നാക്കുന്നുവെങ്കിലും അവരിലുള്ള രണ്ട് പ്രകൃതികളും അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ഏതെല്ലാമാണ് അത്? മിശ്രണമോ പരിവർത്തനമോ, എന്നാൽ വിഭജനമോ വിയോഗമോ ഇല്ലാത്ത രണ്ട് പ്രകൃതികളോട് കൂടിയാണ്. അതായത് വിവാഹം എന്ന കൂദാശ കൗദാശികമായി ഒന്നായി കഴിഞ്ഞാൽ പിന്നെ വിഭജിക്കാൻ പറ്റില്ല അവരെ. ആ വിവാഹമെന്ന കൂദാശ കൗദാശികമായി ഒന്നായി കഴിഞ്ഞാൽ പിന്നെ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. They cannot be separated. അതാണ്. എന്നപോലെ ഈ ദൈവ മനുഷ്യ പ്രകൃതി ഒന്നായിരിക്കുന്നത് അവർ തമ്മിൽ മിശ്രണമില്ല, അതേസമയം അവർ തമ്മിൽ വിഭജനമില്ല. അതേസമയം അവർ വിഭജനം എന്ന വിവാഹമോചനം പറ്റില്ല. ആ വിവാഹം നടന്നു, ദൈവവും മനുഷ്യനുമായിട്ട് വിവാഹം നടന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഈ ദൈവമനുഷ്യ പ്രകൃതിയുടെ സംയോഗത്തിലൂടെ ദൈവവും മനുഷ്യനും തമ്മിൽ വിവാഹം നടന്നിരിക്കുന്നു. അതിൽ നിന്ന് മക്കളുണ്ടാകുന്നു, അതിൽ നിന്നും ഫലം പുറപ്പെടുവിക്കുന്നു, അവർ തമ്മിൽ ഒന്നാകുന്നു. എന്നാൽ അവരുടെ വ്യക്തിത്വം രണ്ടായിട്ട് തന്നെ നിലനിന്നാലേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവേ സഹായിക്കണേ, പരിശുദ്ധാത്മാവേ സഹായിക്കണേ, പരിശുദ്ധാത്മാവേ സഹായിക്കണേ, പരിശുദ്ധാത്മാവേ സഹായിക്കണേ, പരിശുദ്ധാത്മാവേ സഹായിക്കണേ, പരിശുദ്ധാത്മാവേ സഹായിക്കണേ. ഈ രഹസ്യം മനസ്സിലാക്കാൻ സഹായിക്കണേ. ഒന്നുകൂടി വായിക്കാം. കർത്താവും ഏകജാതനുമായ ഒരേ ഒരു ക്രിസ്തു അന്യോന്യം മിശ്രണമോ പരിവർത്തനമോ 467 വിഭജനമോ വിയോഗമോ ഇല്ലാത്ത രണ്ട് പ്രകൃതികളോട് കൂടിയവനാണെന്ന് അംഗീകരിക്കപ്പെടണമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതാണ് ഈ ദൈവ മനുഷ്യ ഈ ഉണ്ണീശോയിൽ രണ്ട് പ്രകൃതിയുണ്ട്, മനുഷ്യപ്രകൃതിയും ദൈവപ്രകൃതിയും. എന്നാൽ അത് തമ്മിൽ ഒരു മിശ്രണമല്ല. പ്രകൃതികൾക്ക് തമ്മിലുള്ള വ്യത്യാസം ദൈവമനുഷ്യ പ്രകൃതികളുടെ സംയോഗം മൂലം പ്രകൃതികൾക്ക് തമ്മിലുള്ള വ്യത്യാസം നഷ്ടമായില്ല. അതാണ് ഈ ഉദാഹരണം. ഭാര്യയും മണവാളനും മണവാട്ടിയും വിവാഹമെന്ന കൂദാശയിലൂടെ രണ്ടുപേരും ഒന്നായി. എന്നാൽ ഈ ഒന്നായപ്പോൾ മണവാളൻ പുരുഷനാണ്, മണവാട്ടി സ്ത്രീയാണ്. അവർ തമ്മിലുള്ള അവരുടെ വ്യക്തിപരമായ വ്യത്യാസം നഷ്ടമാകുന്നില്ല. അത് നിലനിന്നാലേ ഇവർ തമ്മിൽ സംയോജിക്കാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഉണ്ടോ? മറിച്ച് ഏക വ്യക്തി ഏക ഉപസ്ഥിതിയിലും പ്രകൃതികൾ ഒരുമിച്ച് ചേരുമ്പോഴും ഓരോ പ്രകൃതിയും അതിൻ്റേതായ സവിശേഷത നിലനിർത്തുന്നു. ഇതും ഈ മണവാളൻ മണവാട്ടി ബന്ധത്തെ ചിന്തിച്ചാൽ മതി. അവർ രണ്ടും ഒന്നാണ്, ഏക ഉപസ്ഥിതി. പ്രകൃതികൾ ഒരുമിച്ച് ചേരുമ്പോഴും
ഓരോ പ്രകൃതിയും അതിൻ്റേതായ സവിശേഷത നിലനിർത്തുന്നു. പ്രൈസ് ദ ലോർഡ്. ഇനി നമ്മൾ 480 പോവാം. തൻ്റെ ദൈവിക വ്യക്തിത്വത്തിൻ്റെ ഐക്യത്തിൽ യേശുക്രിസ്തു സത്യദൈവവും സത്യമനുഷ്യനുമാണ്. ഇക്കാരണത്താൽ അവിടുന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയ്ക്കുള്ള ഒരേ ഒരു മധ്യസ്ഥനാണ്. അപ്പോൾ ഈ രണ്ട് പ്രകൃതിയും യേശുക്രിസ്തുവിലുള്ളത് കൊണ്ട് ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ പ്രതി ഹാജരാകാം. പാരക്ലേറ്റ്, അതായത് മധ്യസ്ഥൻ എന്നിവിടെ പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഇംഗ്ലണ്ടിൽ വെച്ച് ഡോക്ടർ ടോം ഒലിക്കരോട്ട് അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയായിരുന്നു. അച്ഛൻ ഈ പാരക്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിന് കുറച്ചുകൂടി ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ള നിർവചനം പറയായിരുന്നു. നമ്മൾ അഡ്വക്കേറ്റ് എന്ന് പറയും, പക്ഷേ അവിടെ അതായത് ഒരു കേസിൽ നമുക്ക് വേണ്ടി വാദിക്കാൻ നമ്മളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് നമുക്ക് വേണ്ടി വാദിക്കുകയാണ്. നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് നമുക്ക് വേണ്ടി കേസ് വാദിക്കാൻ നിൽക്കുകയാണ്. അതാണ് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ പാരക്ലേറ്റ് എന്ന് പറഞ്ഞത്. അങ്ങനെ നമുക്ക് പകരക്കാരനായിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, എന്നാൽ ആ സുഹൃത്ത് ആ ജഡ്ജിനെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. ആ ജഡ്ജിനെ നന്നായിട്ട് അറിയുന്ന നമ്മളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് നമുക്ക് വേണ്ടി വാദിക്കുന്നു. ആ ജഡ്ജിനെ നന്നായിട്ട് അറിയുന്ന, അതേ സമയത്ത് നമ്മളെ നന്നായിട്ട് അറിയുന്ന. അപ്പോൾ അതാണ് ഇവിടുത്തെ ഈ യേശുക്രിസ്തു ഒരേ സമയം പിതാവുമായിട്ട് ദൈവവുമായിട്ട് സത്തയിലൊന്നായിരിക്കുന്ന ആള്, ദൈവപ്രകൃതിയിൽ പിതാവുമായിട്ട് സത്തയിലൊന്നായിരിക്കുന്ന ആളും മനുഷ്യപ്രകൃതിയിൽ മനുഷ്യരുമായിട്ട് സത്തയിലൊന്നായിരിക്കുന്ന ആളാണ് നമുക്ക് വേണ്ടി അവിടെ മാധ്യസ്ഥം നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ നന്നായിട്ടറിയാം, അതേസമയത്ത് പിതാവിനെ നന്നായിട്ടറിയാം. അതുകൊണ്ട് ആ വ്യക്തി പിതാവിൻ്റെ അടുത്ത് പറയുന്നത് പിതാവിന് വളരെ വിശ്വാസമാണ്. കാരണം പിതാവുമായിട്ട് സത്തയിൽ ഒന്നായിരിക്കുന്ന ഒരാൾ, നീ എന്താ വന്നേ? അയ്യോ, ഞാൻ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിന് വേണ്ടി. അവൻ നിൻ്റെ സുഹൃത്താണോ? അവനെ എൻ്റെ സ്വന്തമാണവൻ. നിൻ്റെ സ്വന്തമാണല്ലേ? അതുകൊണ്ട് നമ്മൾ തമ്മിൽ സ്വന്തമായതിൻ്റെ പേരിൽ നീ പറയണത് ഞാൻ കേൾക്കണം, നീ പറയണമായി ചെയ്യാം. കേട്ടോ, ഒന്ന് ആലോചിച്ച് നോക്കിയത്. ഈശോ നമ്മുടെ മധ്യസ്ഥൻ എന്ന് പറയണതിൻ്റെ കാര്യം, ഈശോ പിതാവുമായിട്ട് സത്തയിലൊന്നായിരിക്കുന്ന ഒരാൾ ആ ഈശോയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിന് വേണ്ടി വാദിക്കുകയാണ്. പിതാവേ, ഈ തോമസ് പോള് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ്. എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. കാരണം എന്താ, ഞാനും അവനും ഒന്നാണ്. ആഹാ, അങ്ങനെയാണല്ലേ, എന്നാൽ നീ പറഞ്ഞോ, അത് ഞാൻ ചെയ്തോളാം. അതാണ് മധ്യസ്ഥം എന്ന് പറയുന്നത്. അവിടെ തൻ്റെ ദൈവിക വ്യക്തിത്വത്തിൻ്റെ ഐക്യത്തിൽ, ഈശോവുമായിട്ട് പിതാവുമായിട്ടുള്ള ദൈവിക വ്യക്തിത്വത്തിൻ്റെ ഐക്യത്തിൽ യേശു ക്രിസ്തു സത്യദൈവവും അതേ സമയത്ത് സത്യമനുഷ്യനുമാണ്. ഇക്കാരണത്താൽ അവിടുന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയ്ക്കുള്ള ഒരേ ഒരു മധ്യസ്ഥനാണ്. ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ പഴയ നിയമത്തിൽ അങ്ങനെ ഒരു മധ്യസ്ഥനില്ല. മോശ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണു, ഏലിയ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണു,
ഇതൊക്കെ ആയിരിക്കാം. പക്ഷേ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ പ്രകൃതിയിൽ നമ്മൾ സത്തയിലൊന്നാണ്. ആ സത്തയിലൊന്നായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ദൈവപ്രകൃതിയിൽ സത്തയിലൊന്നായിരിക്കുന്ന പിതാവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ പിതാവ് ഈശോയെ കാണുമ്പോൾ തന്നെ എന്തു പറ്റി, എന്താ മോനെ ഇവിടെ വന്നേ, മോനെന്ത് വേണം? പിതാവേ, എനിക്ക് ഒഴിച്ചുകൂടാത്ത ഒരു കാര്യമാണ്, എൻ്റെ സത്തയിലൊന്നായിരിക്കുന്ന ഈ തോമസ് പോളിന് ഒരു പ്രശ്നമുണ്ട്. എന്താ വേണ്ടേ? അത് നീ പറയണ മാതിരി ഞാൻ ചെയ്യാം. കണ്ടോ മാധ്യസ്ഥം, നീ പറയണ മാതിരി ഞാൻ ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമാകാൻ. പിതാവ് പറയും, മോനെ ഈശോയെ, നീ പറയണ മാതിരി ഞാൻ ചെയ്യാം. കാരണം നീ ഞാനും ഒന്നാണ്. പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്ന പോലെ ഈ തോമസ് പോളും അവൻ്റെ കൂടെയുള്ള ആൾക്കാരും എല്ലാം ഞാനുമായിട്ടും ഒന്നാണല്ലോ പിതാവേ. അതെനിക്കറിയാം. നീ പറഞ്ഞോ, അത് ഞാൻ ചെയ്യാം. അതുകൊണ്ടാണ് ഈശോ അന്ത്യത്താഴത്തിൽ പറയുന്നത്, എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും കിട്ടും. കാരണം എന്താ? ഞാനും പിതാവും ഒന്നായിരിക്കുന്ന പോലെ ഞാനും നിങ്ങളും ഒന്നാണ്. ഇത് പിതാവ് തന്നെ പദ്ധതി ചെയ്തിട്ടുള്ളതാണ്. നമുക്കൊന്ന് സ്തുതിക്കാം. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. എന്തോ വലിയ രഹസ്യമാണ്. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ നിത്യാരാധന ചാപ്പലിൽ ഇങ്ങനെ ചെന്ന് ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ സാഷ്ടാംഗം വീണു. ആ സാഷ്ടാംഗം വീണ സമയത്ത് ഈശോ എന്നോട് പറയാണ്, നീ എന്നെ ഭക്ഷിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ ഭക്ഷിച്ചിരിക്കുന്നു. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ബിഫോർ യു കൺസ്യൂംഡ് മീ ഐ കൺസ്യൂംഡ് യു. അതെൻ്റെ അകത്ത് കുറേ നേരം ഇങ്ങനെ മുഴങ്ങി. ഐ കൺസ്യൂംഡ് യു. അതെങ്ങനെയാ? ഈശോ പറയാണ്, ദൈവം നമ്മളെ വിഴുങ്ങിന്ന്, നമ്മളെ ഭക്ഷിച്ചു എന്ന്. അതെങ്ങനെയാ ദൈവം നമ്മളെ ഭക്ഷിച്ചേ? അതാണ് മനുഷ്യാവതാരം. പാപികളായ അധപ്പതിച്ച നമ്മളെ അവിടുന്ന് തൻ്റെ പ്രകൃതിയിൽ ഒന്നാക്കി. ഹി അസ്യൂംഡ് എന്നാണ് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ നമ്മളെ സ്വീകരിച്ചു എന്നാണ്. നമ്മൾ 461 നോക്കി, മനുഷ്യപ്രകൃതി സ്വീകരിച്ചു. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ഈശോ മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നിങ്ങൾക്ക് നൽകുന്നു. ദുർരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ സഭ നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന, എന്താ നമ്മളെ ജീവിപ്പിക്കേണ്ട ആവശ്യം? നമ്മൾ ഉത്ഭവപാപം മൂലം മൃതരായിരുന്നു. നമ്മുടെ ആ മൃതമായ അവസ്ഥയിൽ നിന്ന് മറ്റൊന്നിനും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. മറ്റൊരു വ്യവസ്ഥിതിക്കും പറ്റില്ല, മറ്റൊരു വ്യക്തിക്കും പറ്റില്ല. നമ്മുടെ ആത്മാവിലുള്ള ജീവൻ നഷ്ടപ്പെട്ടാൽ അതിനെ വീണ്ടെടുക്കാൻ ദൈവം അയച്ച യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് യേശുവിൻ്റെ കുരിശിലെ ബലിയിലൂടെ സംഭവിക്കുന്നതിന് മുൻപ് ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ തന്നെ നമ്മളെ ഈശോയുടെ ദൈവപ്രകൃതിയുമായിട്ട് ദൈവം തന്നെ ഒന്നാക്കിയിരിക്കുന്നു. അന്ന് നമ്മൾ ക്രിസ്ത്യാനി ആയിട്ടില്ല. സകല ജാതി മതസ്ഥരെയും ഒന്നാക്കിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള
കണ്ണനാകാം, മണികണ്ഠനാകാം, സുകുമാരൻ നായരാകാം, കൃഷ്ണൻകുട്ടിയാകാം, മുഹമ്മദ് ആകാം, മുസ്തഫയാകാം. ഇവരെല്ലാവരും യേശുവിൻ്റെ മനുഷ്യപ്രകൃതിയിലുണ്ട്. എന്നാൽ കാലത്തിൻ്റെ പൂർണ്ണതയിൽ യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല എന്ന് മനസ്സിലാക്കുകയും യേശു ക്രിസ്തു ഞങ്ങളെയും കൂടി വേണ്ടിയാണ് മനുഷ്യനായി അവതരിച്ചിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ ഹലോ സുനിലെ, വെൽക്കം. അവർ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് രക്ഷ കിട്ടി. അവരുടെ കഴിവുണ്ടല്ല, യേശു ക്രിസ്തു മുമ്പേ തന്നെ അവരെ തൻ്റെ പ്രകൃതിയിൽ ഒന്നാക്കിയിരിക്കുന്നു. യേശുക്രിസ്തു മുൻപേ തന്നെ തൻ്റെ പ്രകൃതിയിൽ സകല മനുഷ്യരെയും ഒന്നാക്കിയിരിക്കുന്നു. അപ്പോൾ മുസ്ലിം ആകാം, ഹിന്ദു ആകാം, ബുദ്ധിസ്റ്റ് ആകാം, എല്ലാവരെയും ഒന്നാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഒന്നാകലാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥൻ. അപ്പം ഈ മനുഷ്യാവതാരത്തിൻ്റെ ഈ രഹസ്യം മനസ്സിലായാലേ സുവിശേഷ വേല ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവനൊക്കെ ഹിന്ദുവാണ്, അവനൊന്നും പള്ളി കയറ്റരുത്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കി. കയറിപ്പോകരുത് ഇവിടെ, കണ്ടോ? അപ്പം നമ്മൾക്ക് അങ്ങനെ മനോഭാവം ഉണ്ടെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ശുഷ്കമാണ്. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ അത്ഭുതകരമായ അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ ഈ ഒരു വിശ്വാസം വരണം. ഞാൻ പണ്ടേ മുതൽ എൻ്റെ അനുഭവം ഇതാണ്, രോഗശാന്തി ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഈ പഴയ നിയമത്തിലെ കുറേ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ രോഗശാന്തി ഉണ്ടാവില്ല. അതും ദൈവവചനമല്ലേ? ദൈവവചനമാണ്. പക്ഷേ മനുഷ്യാവതാരം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയെ പ്രഘോഷിക്കണം. മനുഷ്യാവതാരത്തെക്കുറിച്ച് പ്രഘോഷിക്കണം. അതാണ് അപ്പസ്തല പ്രവർത്തനം 4:12 പറയണത്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി വേറെ ഒരു നാമവും നൽകിയിട്ടില്ല, യേശു നാമമല്ലാതെ. ഇത് പറയുമ്പോൾ ഉടനെ പടപടപടേന്ന് രോഗശാന്തി ഉണ്ടാകണം. അത് നമുക്ക് ദർശനത്തിൽ കാണാം. നമ്മുടെ പ്രശ്നങ്ങൾ മാറാത്തതിൻ്റെ കാരണം നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയും. പക്ഷേ അവൻ ഹിന്ദുവാണ് കേട്ടോ, അവനെ മാറ്റിയിരുത്തണം. ഇവൻ മുസ്ലിമാണ് കേട്ടോ, അവിടെ പോകരുത്. അവൻ ജൈനാണ്, ഇവൻ പഞ്ചാബിയാണ്, അവൻ പാഴ്സിയാണ്, അവൻ്റെ വീട്ടിൽ പോകരുത്. അവൻ മദ്യപാനിയാണ്, അവളുടെ സ്വഭാവം മോശമാണ്, അവളെ അങ്ങോട്ട് നോക്കരുത്, അവരുടെ വീട്ടിൽ കയറ്റരുത്, അവൻ്റെ വീട്ടിൽ പോകരുത്, അവനോട് കൂടരുത്. അപ്പോൾ എവിടെയാ മനുഷ്യാവതാരം? ഇതാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത. പറഞ്ഞു അതെന്ത് ഈ മാർപ്പാപ്പ എപ്പോഴും ഈ മുസ്ലിം രാജ്യങ്ങളിൽ പോണേ? അതെന്താ മാർപ്പാപ്പ ഈ ഹോമോസെക്ഷൽസിനോട് ഇത്ര അനുകമ്പ? അപ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, ഒരിക്കൽ ഒരു പ്രസ് റിപ്പോർട്ടർ ചോദിച്ചു, മാർപ്പാപ്പയ്ക്ക് എന്താ ഇങ്ങനെ ഈ ഹോമോസെക്ഷൽസിനോട് ഇങ്ങനെ ഒരു അനുകമ്പ? അവരെ മാർപ്പാപ്പ സ്വീകരിക്കണത് എന്താ? അപ്പോൾ മാർപ്പാപ്പ പറയാണ്, നിങ്ങളുടെ വീട്ടിൽ നിനക്ക് 4 മക്കളുണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരപ്പന് 4 മക്കളുണ്ട്, അതിനകത്ത് ഒരാൾ ഹോമോസെക്ഷലാണ്. അവനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണോ? എന്താ വേണ്ടേ? അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കണോ? ആ അപ്പന് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. കാരണം അവൻ മകനാണ്. അവനെങ്ങനെ പുറത്താക്കണേ? അവനവിടെ വീട്ടിൽ തുല്യ അവകാശമുണ്ട്. അവൻ്റെ പ്രകൃതിയും പാപവും നിലനിൽക്കേ അവന് അവകാശമുണ്ട്. അവനെ പുറത്താക്കാൻ പറ്റില്ല. അവകാശമുണ്ടെന്ന് മാർപ്പാപ്പ പറഞ്ഞില്ല. അവനെ പിതാവ് തൻ്റെ മകനായിട്ട് തന്നെ സ്വീകരിക്കുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ സഹായിക്കുകയും വേണം. അപ്പോൾ ഇതെല്ലാം മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഈ
ഇങ്ങനെയുള്ള അധപ്പതിച്ച, അതാണ് നമ്മൾ പറയുന്നത് കുർബാനയിലെ പ്രാർത്ഥനയിൽ, അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും. ഉണ്ടോ? ഈ മനുഷ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ട്? ശത്രുത, കലഹം, കോപം, വാശി, വൈരാഗ്യം, ദുഷിപ്പ്, അസൂയ, ഇതെല്ലാം ഉള്ള അവസ്ഥ. അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഇതെങ്ങനെ ചെയ്തു? മനുഷ്യാവതാരത്തിലൂടെ. ഇത് വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കൃപ കിട്ടുന്നത്. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ചിലർ പറയും, ഞങ്ങളൊക്കെ ഇത്രയും പള്ളിയിൽ പോകുന്നുണ്ട്, ഇത്രയും കുർബാന അർപ്പിക്കുന്നുണ്ട്, ഇത്രയും കൊന്ത ചെല്ലുന്നുണ്ട്, ഇത്രയും സ്ഥലത്ത് തപസ്സിരിക്കുന്നുണ്ട്, എന്നിട്ടും നമ്മുടെ മക്കളിൽ വിശ്വാസമില്ലല്ലോ. അതാണ് കാരണം. നമ്മൾ ഈ ചെയ്യണതൊക്കെ ഒരു റിച്വലാണ്. ചിലവർ നിലത്ത് കിടന്ന് ഉരുളണം, ചിലവർ മുട്ടുകുത്തി നീന്തണം. ചിലപ്പോൾ കുറേ മുട്ടുകുത്തി നീന്തുമ്പോൾ കാര്യം നടക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ പരിഹാരമാണോ? ഞാൻ നേർച്ച നേർന്നേ കാണും, ഞാൻ ഇന്നത് ചെയ്യാൻ നേർച്ച നേർന്നേ കാണും. പക്ഷെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മുട്ടുകുത്തി, യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. നമ്മൾ മുട്ടുകുത്തി നീന്തണം, നമ്മൾ ഇന്ന പരിഹാരം ചെയ്യണു, അതുകൊണ്ട് കാര്യം നടക്കുമെന്നാണ് വിചാരിക്കണത്. അതല്ല വിശ്വാസം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? യേശുക്രിസ്തു നമ്മുടെ അധപ്പതിച്ച അവസ്ഥയെ ഏറ്റെടുത്തു മനുഷ്യാവതാരത്തിലൂടെ. അതിനുശേഷം കുരിശിലൂടെ താൻ പീഡ സഹിച്ചു, അതിനുവേണ്ടി പരിഹാരം ചെയ്തു. ഇത് വിശ്വസിച്ചാൽ മതി. അതിനു പകരം നമ്മൾ ചാട്ട കൊണ്ട് അടിക്കണം, മുള്ളിൽ കിടന്ന് ഉരുളണം, ഇതൊക്കെ ചില വിശുദ്ധർ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. പക്ഷേ അവര് എല്ലാ വിശുദ്ധരും പറയുന്നുണ്ട്, ഒരു കാലത്ത് അവർ ചെയ്തത് വിഡ്ഢിത്തരമായിരുന്നു, പിന്നീടാണ് മനസ്സിലായെന്ന് പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്. ഞാനൊരു കാലത്ത് ഭയങ്കര തിന്മയാണ് ചെയ്തത്. അവസാനം പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാനിതൊക്കെ ആണെങ്കിലും എൻ്റെ മനുഷ്യ പ്രകൃതിയിൽ ഞാൻ അറിയാതെ തിന്മ ചെയ്തു പോകുന്നു, ആരെന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കും? ഓക്കെ, അപ്പോൾ കമ്മിങ് ടു ദ പോയിന്റ്, നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിനെ കൂടുതൽ ആ വിശ്വാസം മക്കളിലേക്ക് പടരുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ വിശ്വാസം പൂർണ്ണമല്ല. നമ്മുടെ വിശ്വാസം പൂർണ്ണമല്ല എന്ന് പറയുന്നത് നമ്മൾ ഈ മനുഷ്യാവതാരത്തിൻ്റെ ഈ രഹസ്യത്തിൽ വിശ്വസിക്കണം. അതാണ് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലെല്ലാം കാണാം. വിശ്വാസത്തിൻ്റെ പൂർണ്ണത, ക്രിസ്തു രഹസ്യത്തിൻ്റെ പൂർണ്ണത, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലപ്പെട്ടതാകയാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനം. എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനം? ആ പൂർണ്ണജ്ഞാനത്തിൻ്റെ ആദ്യത്തെ 1-ാം ക്ലാസ് എന്താ? 1-ാം ക്ലാസ് മനുഷ്യാവതാര രഹസ്യമാണ്. ആ മനുഷ്യാവതാര രഹസ്യം അറിയാതെ മറ്റുള്ള രഹസ്യം നമ്മൾ എങ്ങനെ മനസ്സിലാവും? ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിൻ്റെ എമ്പുരാട്ടിൻ കുട്ടിയായ ഈശോ എമ്പുരാനെ, ഞങ്ങളുടെ പാപം ഞങ്ങളോട് കരുണയായിരിക്കണേ. കുരിശിൽ ഈശോ നമ്മുടെ പാപങ്ങളെല്ലാം നീക്കി. അപ്പോൾ ഈ മറ്റേ കൊലപാതകിയുടെയോ അല്ലെങ്കിൽ മറ്റേ തിന്മ ചെയ്യുന്നവരുടെയോ അവരൊക്കെ നമ്മുടെ അല്ല, അവരൊന്നും നമ്മുടെ കൂടെ അല്ല. ഈശോ വലതുവശത്ത് കിടന്ന കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസായിലായിരിക്കും. എന്തുകൊണ്ടാണ്? മനുഷ്യാവതാരത്തിലൂടെ തന്നെ അവൻ യേശുവിനോട് കൂടെയാണ്. ശതാധിപൻ അല്ലെങ്കിൽ കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കുഷ്ഠരോഗിയെ തൊടാൻ പാടില്ല എന്നാണ് യഹൂദ നിയമം. ഈശോയെ, അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്താൻ കഴിയും, എന്നെ ശുദ്ധിയാക്കാൻ കഴിയും. ഉടനെ ഈശോ കൈ നീട്ടി അവനെ സ്പർശിക്കൂ. എനിക്ക് മനസ്സുണ്ട് എന്ന് പറയുകയും കൈ നീട്ടി സ്പർശിക്കുകയും
ഈശോയിൽ നിന്നുള്ള ശക്തി തൽക്ഷണം അവനിലേക്ക് ഒഴുകുകയും ചെയ്തു. എന്തുകൊണ്ടാ? അവൻ ഈശോയുടെ ശരീരത്തിലാണ് മനുഷ്യാവതാരത്തിലൂടെ. നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഈശോയുടെ ശരീരത്തിൽ തന്നെയുള്ള ഒരു അവയവമാണ് കുഷ്ഠരോഗി. അവനെ സൗഖ്യപ്പെടുത്തേണ്ടത് ഈശോയുടെ കടമയാണ്. അവൻ്റെ മധ്യസ്ഥനാണ് ഈശോ. പിതാവേ ഈ കുഷ്ഠരോഗിക്ക് വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത്. എന്ത് വേണം? അവന് കുഷ്ഠരോഗം പിടിച്ചിരിക്കുന്നു. അവനെ സുഖപ്പെടുത്താൻ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും സാധിക്കില്ല. അതുകൊണ്ട് ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഉടനെ ഇതാ ചെയ്തിരിക്കുന്നു. തൽക്ഷണം അവൻ പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെട്ടു. വേറൊരു സ്ത്രീ, രക്തസ്രാവത്തിൽ പീഡിതയായ സ്ത്രീ, തൻ്റെ അവകാശം പോലെയാണ് ഈശോയുടെ വസ്ത്രത്തിലൊന്ന് തൊട്ടു. ശക്തി അവനിൽ നിന്നും പുറപ്പെട്ടു. ആരാണ് എന്നെ തൊട്ടത്? ഈശോ പെട്ടെന്ന് തിരിഞ്ഞ് ചോദിക്കാൻ, ആരാണ് എന്നെ തൊട്ടത്? എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ അനുമതിയില്ലാണ്ട് ശക്തി എങ്ങനെ വലിച്ചെടുക്കണേ? എന്തുകൊണ്ടാ? മനുഷ്യാവതാരത്തിലൂടെ ഈ രക്തസ്രാവക്കാരി ഈശോയുടെ ശരീരത്തിലൊരാളാണ്. അവൾ ഈശോയുടെ ശരീരത്തിലുണ്ട്. അവൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് ആ വിശ്വാസം. അവള് ആരും പറഞ്ഞ് കേട്ട് കാണില്ല, പക്ഷെ അവളുടെ ഹൃദയത്തിലൊരു വിശ്വാസം, ഇവനെ തൊട്ടാൽ, ഇവൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ ഞാൻ സുഖപ്പെടും. എങ്ങനെയാണ് ആ വിശ്വാസം വന്നത്? ആ വിശ്വാസം വരാനൊരു കാരണം ഈശോയുടെ ശരീരത്തിൽ അവളുണ്ട്. അങ്ങനെ തൻ്റെ ശരീരത്തിലുള്ള മറ്റൊരു അവയവത്തിലേക്ക് തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈശോയിൽ നിന്നും ആ വിശ്വാസം പകരപ്പെടുത്തും. ആരാണ് എന്നെ തൊട്ടത്? എന്നിൽ നിന്ന് ശക്തി വലിച്ചു പോയിരിക്കുന്നല്ലോ. അപ്പോൾ ഈ പാവം പെണ്ണ് പേടിച്ച് വന്നു, അയ്യോ കർത്താവേ, ഞാൻ തൊട്ടത്, ഞാൻ കാര്യം പറഞ്ഞു. ഒരുപാട് 12 വർഷമായിട്ട് പീഡിക്കപ്പെടുകയാണ് ഈ രക്തസ്രാവം കൊണ്ട്. എല്ലാ ഡോക്ടറുടെ അടുത്തും പോയിട്ട് ഒരു മാറ്റമില്ല. അങ്ങയുടെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ ഞാൻ സുഖപ്പെടുമെന്ന് വിശ്വസിച്ചു. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്താ വിശ്വാസം ഇവിടെ? അവൾ ക്രിസ്ത്യാനിയായിരുന്നോ? അവൾ മാമോദിസ സ്വീകരിച്ചവളായിരുന്നോ? അവൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചവളായിരുന്നോ? അവർ കുമ്പസാരിച്ചവളായിരുന്നോ? അപ്പോൾ അവളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വശത്ത് അവളുടെ ഉള്ളിൽ ദൈവം കൊടുക്കുന്ന ആ ഒരു കൃപയാണ്. എന്താണ് ആ കൃപ? അവളും ഈശോയുടെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. മനുഷ്യാവതാരത്തിലൂടെ അവൾ ഈശോയിലുണ്ട്. കാനാൻകാരി സ്ത്രീ വന്നു, ഈശോയുടെ പുറകെ നടന്നു. ഈശോ അവളെ പരീക്ഷിക്കുകയായിരുന്നു. പട്ടികൾക്ക് കൊടുക്കുന്നത് അല്ല, മക്കൾക്ക് കൊടുക്കുന്നത് പട്ടിക്കുഞ്ഞുങ്ങൾക്ക് തരില്ല. അപ്പം അവൾ വിട്ടില്ല, അവൾ വിടണില്ല. അവൾ പറയാണ്, കർത്താവേ, ഈ പട്ടിക്കുഞ്ഞുങ്ങളും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം കൊണ്ടാണല്ലോ ജീവിക്കണേ. അത് കേട്ടപ്പോൾ ഈശോയ്ക്ക് അങ്ങ് അഭിമാനം തോന്നി. വെൽ ഡൺ, ഗുഡ്. മകളെ, നീ എന്താഗ്രഹിക്കുന്നോ അത് കിട്ടും, പോയിക്കൊള്ളുക. നീ എന്താഗ്രഹിച്ചാലും കിട്ടും. എന്തുകൊണ്ടാ? നിനക്ക് വേണ്ടിയാണ് ഞാൻ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത്. മനുഷ്യാവതാരത്തിലൂടെ സകല മനുഷ്യരും എൻ്റെ ശരീരത്തിലുണ്ട്. നീ ഒരു കത്തോലിക്കയല്ല, നീ ഒരു യഹൂദയല്ല, നീ ഒരു സമരിയാക്കാരി പോലുമല്ല. നീ വളരെ അധപ്പതിച്ച ഒരു കാസ്റ്റ് അല്ലെങ്കിൽ അധപ്പതിച്ച ഒരു ജാതി ആയാലും നീ എൻ്റെ ശരീരത്തിലുണ്ട്. നീ എന്ത് ആഗ്രഹിക്കുന്നു അതുപോലെ സംഭവിക്കും. അപ്പോൾ ഇവിടെ ഈശോയുടെ മധ്യസ്ഥത്തിൻ്റെ പോയിന്റ് നോക്കിയപ്പോൾ, പിതാവേ, ഞാനും നീയുമായിട്ട് ഒന്നാണ്. എന്നാൽ ഇതുപോലെ ഇതാ ഈ മനുഷ്യ സൃഷ്ടിയിലെ ഒരു മകളാണ് ഈ വിജാതീയ സ്ത്രീ. അവളും എൻ്റെ ശരീരത്തിൽ ഒന്നാണ് പിതാവേ. ഇപ്പോൾ അവളുടെ മകൾ ഇതേമാതിരി ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ഉടനെ എന്തെങ്കിലും ചെയ്യണം. യെസ്, നീ പറഞ്ഞ മാതിരി ചെയ്യാം.
നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇതുപോലെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, ഇതുപോലെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. മനുഷ്യാവതാര രഹസ്യം ഞങ്ങൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാനുള്ള ജ്ഞാനം നൽകണമേ. മനുഷ്യാവതാരത്തിലൂടെ സകല മനുഷ്യരും, സകല ജാതി മതസ്ഥരും, ജീവികളും എല്ലാം ഈശോയുടെ ശരീരത്തിൽ തന്നെയാണെന്നും മനുഷ്യാവതാരത്തിലൂടെ നമ്മുടെ വികലമാക്കപ്പെട്ട, അതായത് ആദത്തിൻ്റെ പാപം മൂലം വികലമാക്കപ്പെട്ട സകല മനുഷ്യരെയും ഈശോ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു. ഇത് വിശ്വസിക്കൂ. ഇത് വിശ്വസിക്കുന്നവർക്ക് ഇപ്പോൾ രോഗശാന്തിയും സമാധാനവും ലഭിക്കും. അതാണ് സമാധാനം. നമ്മുടെ കുടുംബത്തിൽ തന്നെ പാപകരമായ അവസ്ഥയിലുള്ള വ്യക്തികളുണ്ടാകാം. അവരെക്കുറിച്ച് നമ്മൾ വിമർശനപൂർവ്വം ചിന്തിക്കാതെ, ഈശോയെ, അവർ നിന്റെ ശരീരത്തിലാണ്, സകല പുണ്യവാളന്മാരെ പോലെ അവർ നിന്റെ ശരീരത്തിലാണ്. നീ അവർക്ക് വേണ്ടി ഏക മധ്യസ്ഥനാണ്. നീ പിതാവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് തന്നെ നിങ്ങൾ ഇങ്ങനെ ഈ വിഷയത്തിലൊന്ന് പ്രാർത്ഥിച്ചേ. ഹലബല 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 ഹലബല. അവരിൽ മാനസാന്തരം ഉണ്ടാകും, അവരിൽ വ്യത്യാസമുണ്ടാകും, അവരിൽ സൗഖ്യമുണ്ടാകും. Praise you, Jesus. Thank you, Lord. എൻ്റെ മക്കളെ, ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഞാൻ പദ്ധതി ചെയ്തിരിക്കുന്നു. മനുഷ്യാവതാരത്തിലൂടെ സകല സൃഷ്ടികളെയും എൻ്റെ പുത്രനുമായിട്ട് സംയോജിപ്പിക്കുമെന്നും ഞാൻ പദ്ധതി ചെയ്തിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ ഇതാ രോഗസൗഖ്യം വരുന്നു, രോഗസൗഖ്യത്തിൻ്റെ സന്ദേശം വരുന്നു, രോഗസൗഖ്യത്തിൻ്റെ സന്ദേശം വരുന്നു. ഹലബല 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 ഹലബല. ശക്തമായ നെറ്റിയിൽ വേദനയുള്ള ആളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. നെറ്റിയിൽ വേദന, തോളിൻ്റെ എല്ലിന് വേദന ഉള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. തോളിൻ്റെ എല്ലിന്. ഹലബല 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 ഹലബല. ഓക്കെ, നമ്മൾ തുടരുകയാണ്. ഇനി 480 ഒന്നുകൂടി വായിക്കാം. തൻ്റെ ദൈവിക വ്യക്തിത്വത്തിൻ്റെ ഐക്യത്തിൽ യേശുക്രിസ്തു സത്യദൈവവും സത്യമനുഷ്യനുമാണ്. ഇക്കാരണത്താൽ അവിടുന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയ്ക്കുള്ള ഒരേ ഒരു മധ്യസ്ഥൻ. അപ്പോൾ അത് നമ്മൾക്കിപ്പോൾ ശരിക്കും മനസ്സിലായി. ഇനി അടുത്തത് 479. ദൈവനിശ്ചിതമായ സമയത്തിൽ പിതാവിൻ്റെ ഏകപുത്രനായ നിത്യവചനവും. കണ്ടോ, നിത്യവചനം ആരാണ്? പിതാവിൻ്റെ ഏകപുത്രനായ നിത്യവചനവും അവിടുത്തെ സത്തയുടെ പ്രതിച്ഛായയുമായവൻ മനുഷ്യനായി അവതരിച്ചു. ഒന്നുകൂടി കേൾക്കാം. ഇത് സംഗ്രഹമാണ്, അതുകൊണ്ട് വിശദീകരണത്തിലൂടെ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ദൈവനിശ്ചിതമായ സമയത്തിൽ, അതാണ് 2000 വർഷം മുമ്പ് സ്ത്രീയിൽ നിന്ന്, സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ സ്ത്രീയിൽ നിന്ന് ജാതനായി. ദൈവനിശ്ചിതമായ സമയത്തിന് പിതാവിൻ്റെ ഏകപുത്രനായ നിത്യവചനം. അതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. എന്താ? പഴയ നിയമത്തിൽ ഈ മനുഷ്യാവതാരത്തിനുള്ള ഒരുക്കമായിരുന്നു അത്. പുതിയ നിയമം മനുഷ്യാവതാരം സംഭവിച്ചു. അതാണ് ബിഫോർ ക്രൈസ്റ്റ്, BC AD, ആന ഡോമിനോ. അപ്പോൾ BC ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്നതും
ആഫ്റ്റർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ അന ഡോമിനി എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മനുഷ്യാവതാരമാണ്. മനുഷ്യാവതാരത്തിലൂടെ ഈ സകല ലോകം മുഴുവനും, സൃഷ്ടിപ്രപഞ്ചം മുഴുവനും ഈശോയിൽ പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യനായി അവതരിച്ചു. സ്വന്തം ദൈവപ്രകൃതിക്ക് ഭംഗം വരാതെ അവിടുന്ന് മനുഷ്യപ്രകൃതിയെ ആദാനം ചെയ്തു. ദൈവപ്രകൃതിക്ക് ഭംഗം വരാതെ അവിടുന്ന് മനുഷ്യപ്രകൃതിയെ ആദാനം ചെയ്തു. ദൈവപ്രകൃതിക്ക് ഭംഗം വരാതെ മനുഷ്യപ്രകൃതിയെ ആദാനം ചെയ്തു. അപ്പോൾ ഇവിടെ ഇവിടെ 518 തോന്നുന്നു. 518:16 ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ ഒരു പുനഃപ്രതിഷ്ഠയുടെ രഹസ്യമാണ്. റീക്യാപിറ്റുലേഷൻ. ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ ഒരു പുനഃപ്രതിഷ്ഠയുടെ രഹസ്യമാണ്. അവിടുന്ന് ചെയ്തതും പറഞ്ഞതും സഹിച്ചതും എല്ലാം അധപ്പതിച്ച മനുഷ്യനെ, കണ്ടോ, ഫാളൻ ഹ്യൂമാനിറ്റി, അധപ്പതിച്ച മനുഷ്യനെ അവൻ്റെ ആദ്യ വിളിയിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു. അവൻ്റെ ആദ്യ വിളി എന്ന് പറയുന്നത് ആദം പാപം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന അവൻ്റെ അവസ്ഥ, ആ ഉത്ഭവ വിശുദ്ധി, ആദ്യ വിളി, ഉത്ഭവ വിശുദ്ധി. ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ ഒരു പുനഃപ്രതിഷ്ഠയുടെ രഹസ്യമാണ്. അവിടുന്ന് ചെയ്തതും എന്താ അവിടുന്ന് ചെയ്തത്? അവിടുന്ന് സകല മനുഷ്യരെയും തൻ്റെ ശരീരത്തിൽ സ്വീകരിച്ചു, തൻ്റെ ശരീരമാക്കി മാറ്റി. നിത്യവചനമായ പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്തു. ദൈവത്തോടൊപ്പമായിരുന്ന സമാനത നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ തന്നെ താഴ്ത്തി മനുഷ്യനായി. അതാണ് ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ ഒരു പുനഃപ്രതിഷ്ഠയുടെ രഹസ്യമാണ്. അവിടുന്ന് ചെയ്തതും പറഞ്ഞതെന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ വചനം, സഹിച്ചത്, പീഡാസഹനം എല്ലാം അധപ്പതിച്ച മനുഷ്യനെ. അപ്പോൾ അധപ്പതിച്ചു എന്ന് പറഞ്ഞാൽ ഉത്ഭവപാപം മൂലം മരിച്ചു, ആത്മാവ് മരിച്ച അവസ്ഥ. പാപത്തിൻ്റെ വേതനം മരണമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദാനമോ നിത്യജീവൻ. അപ്പോൾ ഇത് റോമാക്കാർക്ക് ഇത് ലേഖനം 6-ാം അധ്യായം 23. അപ്പോൾ പാപത്തെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കുന്ന ആൾ കണ്ണുരുട്ടി പറയും, അല്ലോ പാപത്തിൻ്റെ വേതനം മരണമാണ്, മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ പാപം ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊക്കെ മരിക്കും. പക്ഷെ അടുത്ത ഭാഗം ആരും പറയില്ല. ആ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. പാപത്തിൻ്റെ വേതനം മരണമാണ്, ഉത്ഭവപാപത്തിൻ്റെ വേതനമാണ് മരണം. എന്നാൽ ദൈവത്തിൻ്റെ ദാനമാകട്ടെ നിത്യജീവൻ. യോഹന്നാൻ അത് പറയണില്ല അവിടെ, അത് ആരും കോട്ട് ചെയ്യണില്ല. ഇത്രയും പറഞ്ഞിട്ട് നിർത്തും. ഇത്രയും പറഞ്ഞാൽ മതി കേട്ടോ. കൂടുതൽ പറഞ്ഞാൽ അവർ പിന്നെ ഒരു ലൈസൻസ് കിട്ടിയ മാതിരിയെന്ന് വിചാരിക്കും. അതുകൊണ്ട് പറയണ്ട. ഇത്ര എത്തിയിട്ടുള്ളൂ നമ്മുടെ സുവിശേഷ പ്രഘോഷണം. നമ്മുടെ സുവിശേഷ പ്രഘോഷണമെല്ലാം പാപത്തിൻ്റെ വേദനം മരണമാണ്. അതുകൊണ്ട് പശ്ചാത്തപിക്കടാ, കുമ്പസാരിക്കടാ.
ദൈവം കരുണടാ. എന്നോട് ക്ഷമിക്കണേ. ഇതാണോ ഗുഡ് ന്യൂസ്? ഇതാണോ സുവിശേഷം? ആ സെന്റൻസ് വെട്ടി അതിനെ മുറിച്ചു. അവിടെ പറഞ്ഞേക്കണത് പാപത്തിൻ്റെ വേതനം മരണമാണ്, എന്നാൽ ദൈവത്തിൻ്റെ ദാനമാകട്ടെ യേശുക്രിസ്തുവിലുള്ള നിത്യജീവൻ. യോഹന്നാൻ 3:16 പറയുന്നത് ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു. വിശുദ്ധരെ സ്നേഹിച്ചു എന്നല്ല, ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു. ലോകം മുഴുവനെയും, മനുഷ്യരെയും മൃഗങ്ങളെയും സൃഷ്ടിജാലങ്ങളെയും എല്ലാം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം സ്നേഹിച്ചു. തൻ്റെ ഏകജാതൻ എന്ന് അവിടെ പറയുന്നത് നിത്യവചനമാണ്. നിത്യവചനമായ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ ദൈവപുത്രൻ. ആ ദൈവപുത്രനെ മനുഷ്യപുത്രനായി നൽകി. ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതൻ. തൻ്റെ ഏകജാതൻ എന്ന് പറയുന്നത് മനുഷ്യാവതാരത്തിന് മുൻപ് പുത്രൻ തമ്പുരാനായ നിത്യവചനമാണ്. അതാണ് ഇവിടെ നമ്മൾ 483 മനസ്സിലായല്ലോ. 483 പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മനുഷ്യാവതാരം വചനമാകുന്ന ഏക വ്യക്തിയിൽ ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും തമ്മിൽ നടന്ന അത്ഭുതകരമായ സംയോജനത്തിൻ്റെ രഹസ്യമാണ്. അപ്പം ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ ഒരു പുനഃപ്രതിഷ്ഠയുടെ രഹസ്യമാണ്. അവിടുന്ന് ചെയ്തതും പറഞ്ഞതും സഹിച്ചതുമെല്ലാം അധപ്പതിച്ച മനുഷ്യനെ, ദ ഫാളൻ ഹ്യൂമാനിറ്റി. അപ്പോൾ നമ്മൾ മനുഷ്യനെ അധപ്പതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കുറ്റം പറയുകയോ അവനെ ദേഷ്യപ്പെടാൻ നീയൊക്കെ നശിക്കുള്ളൂ, നീയൊക്കെ നരകത്തിൽ പോകുള്ളൂ, നിന്നെയൊക്കെ എന്ത് പറയണം, ഇങ്ങനെ ചിന്തിക്കാതെ മോനെ, നീ എത്ര അധപ്പതിച്ചവനായാലും നീ മനുഷ്യാവതാരത്തിലൂടെ ഈശോ മിശിഹായുടെ ശരീരത്തിലുണ്ടടാ. ഇതുണ്ട ഈ ഉണ്ണീശോനൊന്ന് നോക്കിയേ. നീ എത്ര അധപ്പതിച്ചവനായാലും, നീ എത്ര തിന്മ ചെയ്യുന്നവനായാലും ഇങ്ങോട്ടൊന്ന് നോക്കിയേ. നിന്നെ നേടാൻ വേണ്ടിയിട്ട് ഈശോ മനുഷ്യനായി അവതരിച്ചു. ഇത് നമ്മളൊന്ന് വിശ്വസിക്കണം. നീ ഈശോയുടെ മനുഷ്യ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്മസിന് നമ്മൾ ഉണ്ണീശോനെ പുൽക്കൂട്ടിൻ്റെ ക്രിസ്മസ് കാലം കഴിഞ്ഞാലും ഉണ്ണീശോ നമ്മുടെ അൾത്താരയിൽ, നമ്മുടെ വീട്ടിലെ ആ ഒരു ടേബിളിൽ വെക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ണീശോനെ നോക്കി പറയണം, പിള്ളേരെ കാണിച്ചു കൊടുക്കണം, മക്കളെ നിങ്ങളെല്ലാവരും ഉണ്ണീശോയിലുണ്ട്, ലോകം മുഴുവനുണ്ട്. ഇത് നമുക്കൊരു ഹോംവർക്കായിട്ട് എടുക്കണം. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു സത്യം മനസ്സിലാവും. അതാണ് സത്യം. ആ സത്യം അറിഞ്ഞാലേ സ്വതന്ത്രമാകുകയുള്ളൂ. അപ്പോൾ അധപ്പതിച്ച മനുഷ്യനെ അവൻ്റെ ആദ്യ വിളിയിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു. അതിന് നമ്മളെന്തെങ്കിലും ചെയ്തിട്ടാണോ? ദൈവം മനുഷ്യനായി അവതരിച്ചത് നമ്മളെന്തെങ്കിലും ചെയ്തിട്ടാണോ? പറയും. അതാണ് ഇനിസിയേഷൻ. ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലാണത്. ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലിലൂടെയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. മനുഷ്യൻ മുൻകൈ എടുത്തിട്ടാണോ? അതാണ് മുൻകൈയെടുക്കൽ, ഇനിസിയേഷൻ. ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന, ഇതെല്ലാം ഇനിസിയേഷനാണ്, ദൈവത്തിൻ്റെ മുൻകൈയെടുക്കൽ. ആ മുൻകൈയെടുക്കലിൻ്റെ യഥാർത്ഥ രഹസ്യം മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം മനുഷ്യാവതാരമാണ്.
ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ, ചുരുക്കത്തിൽ രണ്ടാമത്തെ ആളായ ദൈവവചനമായ പുത്രൻ തമ്പുരാനെ മനുഷ്യനായി അവതരിപ്പിച്ചുകൊണ്ട് സകല മനുഷ്യരെയും താനുമായിട്ട് ഒന്നാക്കിയിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അത് പതിച്ച ഞങ്ങളെ വിശുദ്ധീകരിച്ചു. മൃതരായ ഞങ്ങളെ രക്ഷിച്ചു. ഇത് എല്ലാവരെയും സംബന്ധിച്ച് കർത്താവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കും. എല്ലാ ജാതി മതസ്ഥരെയും സംബന്ധിച്ച്. പക്ഷെ അവർക്കറിയില്ല. അതാണ് സുവിശേഷം, ഗുഡ് ന്യൂസ്. പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ്. ഇതാണ് ഗുഡ് ന്യൂസ്. നിങ്ങൾക്കറിയില്ലേ? നിങ്ങളെല്ലാവരും ഹിന്ദു ആകാം, മുസ്ലിം ആകാം, സിഖ്, പഞ്ചാബി, പാഴ്സി. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. നിങ്ങളെല്ലാവരെയും ഈശോ മനുഷ്യാവതാരത്തിലൂടെ തൻ്റെ ശരീരത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. യേശുക്രിസ്തു ജനിച്ചപ്പോൾ വല്ല ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? യേശുക്രിസ്തു മരിച്ചപ്പോൾ വല്ല ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? എന്നാൽ യേശുക്രിസ്തുവിലൂടെ സകല ലോകം മുഴുവനും പിതാവുമായിട്ട് ഒന്നായിരിക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം ഒന്ന് കേൾക്കാം. അടുത്ത ഭാഗം, അവിടുന്ന് മനുഷ്യപ്രകൃതി സ്വീകരിച്ചു, മനുഷ്യനായി തീർന്നപ്പോൾ മനുഷ്യവംശത്തിൻ്റെ സുദീർഘമായ ചരിത്രത്തെ തന്നിൽ പുനരാവിഷ്കരിച്ചു. നമുക്ക് നമുക്ക് സമ്മുക്കായി രക്ഷാപ്രദാനം ചെയ്തു, തുറന്നു തന്നുകൊണ്ടോ. നമുക്ക് ഷോർട്ട് കട്ട്, നമ്മൾ അതിനെ ഭയങ്കര ലോങ് കട്ടാക്കിയാണ്. നീ ഇന്നത് ചെയ്യണം, നീ ഇന്ന പരിഹാരം ചെയ്യണം, നീ മുട്ടുമ്പോൾ നീന്തണം, നീ ഇത്ര കൊന്ത ചെല്ലണം, നീ ഇത്ര പരിഹാര പ്രവൃത്തികൾ ചെയ്യണം. അത് സമ്മിക്കല്ല, ഷോർട്ട് കട്ടല്ല. വളരെ ബുദ്ധിമുട്ടിയാലേ ഇത് കിട്ടുള്ളൂ എന്നുള്ള മാതിരിയാണ്. നല്ല കള്ളൻ നല്ല ബുദ്ധിമുട്ടിയോ? നല്ല കള്ളൻ. ഈശോ പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസായിലായിരിക്കും. അപ്പം നമ്മളിപ്പോഴും അത്ര എളുപ്പം അങ്ങനെ കിട്ടരുത് കേട്ടോ അത് അത്ര എളുപ്പം അങ്ങനെ കിട്ടരുത് എന്നുള്ള ഒരു ചിന്തയിലാണ്. അത്ര എളുപ്പം അങ്ങനെ കിട്ടരുത് എന്നുള്ളൊരു ചിന്തയിലാണ്. ആലോചിച്ച് നോക്കിയേ, അത് അത്ര എളുപ്പം അങ്ങനെ കിട്ടരുത്. അതിന് പകരം മനുഷ്യാവതാര രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കങ്ങനെ പറയാൻ പറ്റുകയില്ല. നമ്മൾ മനുഷ്യാവതാര രഹസ്യത്തിലൂടെ ഈ ഉണ്ണീശോയെ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈശോയെ, ഈ ലോകം മുഴുവനുമുള്ള സകല മനുഷ്യരും മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവേ, മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയായ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ചിന്തിക്കുകയാണ്. ഇതെത്ര പഠിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം എടുക്കുകയാണ്. ഇന്നത്തെ ഉള്ളൂ. നാളെ നമുക്ക് വേറെ ധ്യാനങ്ങളിലേക്ക് കടന്നാൽ പിന്നെ എനിക്ക് ഈ ക്ലാസ്സും തരാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ സാധിക്കുന്നവർ കേൾക്കുക. നിങ്ങൾക്ക് ഉൾക്കാഴ്ച വല്ലത് കിട്ടിയാൽ എനിക്ക് വാട്സപ്പിലൊരു മെസ്സേജ് ഇടുക. എൻ്റെ വാട്സപ്പ് നമ്പർ 00919447196033 00919447196033. ഈ ക്ലാസ് കേൾക്കുന്നവർ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഉൾക്കാഴ്ച ഒരുപാട് നീട്ടരുത്, ചെറുതായിട്ട് ടെക്സ്റ്റായിട്ടോ വോയിസ് ആയിട്ടോ ഒന്നിട്ടാൽ അതെനിക്ക് ഉപകരിക്കും. ഞാനിത് അയർലൻഡിലുള്ള മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന നോക്ക് എന്ന സ്ഥലത്ത് ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അടുത്ത ആഴ്ച ഇനി 2 ധ്യാനങ്ങളാണ് ഇവിടെ ഉള്ളത്. നാളെ മുതൽ ആ ധ്യാനത്തിൻ്റെ ഇപ്പോഴും നമ്മൾ ഇവിടുത്തുകാർക്ക് വേണ്ടി ധ്യാനം നടത്തി. ഈ കാര്യം തന്നെ ഇംഗ്ലീഷിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം. ഇത് മലയാളത്തിലും കൂടി ഇന്ന് ചെയ്തില്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് ഉറക്കൊളിച്ചിരുന്ന് ചെയ്യാണ്.
എനിക്കിത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ രഹസ്യം നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. ചിലർ വലിയ നീണ്ട ഒരു ക്രിസ്മസ് സന്ദേശം എനിക്ക് അയച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ താഴെ എഴുതി, ഇത്രയൊക്കെ എഴുതിയെങ്കിലും യഥാർത്ഥ രഹസ്യം എഴുതിയിട്ടാണ്. അപ്പോൾ അവരെ ഇങ്ങോട്ട് ചോദിച്ചു, ബ്രദറെ അതൊന്ന് വോയിസ് ആയിട്ട് തരണം. അപ്പോൾ അവരെല്ലാം വലിയ ആൾക്കാരാണ്, പക്ഷേ ഈ യഥാർത്ഥ രഹസ്യം എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ സമയമെടുത്തത് വിവരിച്ചു കൊടുത്തു ചെറുതായിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി കാണും. കാരണം ഇത് വലിയ സന്തോഷത്തിൻ്റെ രഹസ്യമാണ്. വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കണം. എന്താ സന്തോഷം? നീയൊക്കെ നരകത്തിൽ പോടാ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ. അതാണോ സദ്വാർത്ത? അതപ്പതിച്ച നീയൊക്കെ നരകത്തിൽ പോകും, ഇതാണോ സദ്വാർത്ത? അപ്പം അതപ്പതിച്ച നീയൊക്കെ രക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവം മനുഷ്യനായി അവതരിച്ചു, അതാണ് സദ്വാർത്ത. അവിടുന്ന് മനുഷ്യപ്രകൃതി. അപ്പം ഇതെല്ലാം സഭയുടെ പ്രബോധനമാണ് ഞാൻ ഈ പറയണത്. ഞാനത് നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ അല്പം സ്വരം മാറ്റി പറഞ്ഞെന്നുള്ളൂ. 518. എന്തോ ഒരു വിസ്മയമാണില്ലേ? അവിടുന്ന് മനുഷ്യപ്രകൃതി സ്വീകരിച്ചു. അതാണ് അവിടുന്ന് മനുഷ്യപ്രകൃതി സ്വീകരിച്ചു. ആ മനുഷ്യപ്രകൃതി സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത് നമുക്ക് 518. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് 518. Christ whole life is a mystery. When Christ became incarnate and was made man, he recapitulated in himself the long history of mankind. അതാണ് 518. അവിടുന്ന് മനുഷ്യപ്രകൃതി സ്വീകരിച്ചു. Brother, can you also explain the advantage of a person believing in Christ now and also other one who does not believe? Can you also explain the advantage of a person believing in Christ now and also other one who does not believe? Okay, I will come to that just for the public clarity. Thank you, Sunil. അങ്ങനെയുള്ള ക്വസ്റ്റ്യങ്ങൾ ഇപ്പോൾ ചോദിക്കാം. നൗ ഇറ്റ് ഈസ് എ ടൈം. ഇപ്പം എനിക്ക് സമയമുണ്ട്, ഞാനത് പറയാം. ഞാനിത് കംപ്ലീറ്റ് ആകട്ടെ കേട്ടോ, എന്നിട്ട് പറയാം മോനെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് രക്ഷ പ്രദാനം ചെയ്ത് തുറന്നു തന്നു. അങ്ങനെ ആദത്തിൽ നമുക്ക് നഷ്ടമായത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമായിരിക്കുന്ന അവസ്ഥ ക്രിസ്തുവിൽ നമുക്ക് പുനഃപ്രാപിക്കുവാൻ വേണ്ടിയായിരുന്നു. ഇത് 185 വിശുദ്ധ ഇറേനിയൂസ്. അങ്ങനെ ആദത്തിൽ നമുക്ക് നഷ്ടമായത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമായിരുന്ന അവസ്ഥ ക്രിസ്തുവിൽ നമുക്ക് പുനഃപ്രാപിക്കുവാൻ വേണ്ടിയായിരുന്നു ഇത്. ഇക്കാരണത്താൽ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും അവിടുന്ന് അനുഭവിച്ചു. അതുവഴി എല്ലാ മനുഷ്യർക്കും ദൈവവുമായുള്ള ഐക്യം പുനഃസ്ഥാപിച്ചു. 186. അതും സെൻറ്റ് ഇറേനിയൂസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി സുനിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ക്രിസ്മസ് ദിവസം നമുക്ക് വേണ്ടത്. എന്താണ് ചോദ്യത്തിൻ്റെ കാര്യം? ക്യാൻ യു എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജ് ഓഫ് എ പേഴ്സൺ ബിലീവിങ് ഇൻ ക്രൈസ്റ്റ് നൗ? അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഈശോയുടെ മനുഷ്യാവതാര രഹസ്യമാണ് പറഞ്ഞത്. എന്നാൽ വിശ്വാസത്തിലേക്ക് വരാത്ത ഒരാൾ, വേറൊരു ജാതി മതസ്ഥൻ, അവൻ ഇപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവൻ എന്താ ഗുണം? അതല്ലേ സുനിൽ ചോദിക്കണതിൻ്റെ അർത്ഥം. ആൻഡ് ആൾസോ അതർ വൺ ഹു ഡസ് നോട്ട് ബിലീവ്, വിശ്വസിക്കാത്തവന് എന്താണ് അവസ്ഥ? അതെ, അപ്പോൾ അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടണം?
വിശ്വസിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്കെന്ത് കിട്ടുന്നില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ആദ്യം കിട്ടുന്ന അനുഭവം ഈ ഇത്രയും വലിയ രക്ഷാകര പദ്ധതിയുടെ ആ ആനുകൂല്യത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. മറ്റൊരു ഭാഷ പറയുകയാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരാൾക്ക് വലിയൊരു കടബാധ്യതയുണ്ട്. വലിയൊരു കടബാധ്യത 1 കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. അയാൾക്ക് അത് വീട്ടാൻ യാതൊരു വഴിയും കാണുന്നില്ല. എന്നാൽ പെട്ടെന്ന് ബാങ്കിൽ നിന്നൊരു നോട്ടീസ് വന്നിരിക്കുകയാണ്, നിങ്ങളുടെ കടബാധ്യതയെല്ലാം മറ്റൊരാൾ വീട്ടിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ ആധാരം നിങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കോളൂ. ആധാരം ഇവിടെ പണയം വെച്ചിരുന്ന ആധാരം നിങ്ങൾക്ക് കടപ്പത്രം തിരിച്ചു തരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് നമ്മുടെ സുറിയാനി കുർബാനയിലെ തക്സയിലുള്ള പ്രാർത്ഥനയാണ്. അവിടെ സർവേശ്വരനാം ദൈവം എന്നുള്ള ആ പാട്ടിൻ്റെ 2ാമത്തെ വരിയിൽ വ്യാഖ്യാന ഗീതത്തിൻ്റെ ഗദ്യഭാഗത്ത് നോക്കുകയാണെങ്കിൽ പുസ്തകത്തിൻ്റെ അടുത്ത് ഇല്ലാണ്ടായി പോയി. ആ ഗദ്യഭാഗത്തിൽ പറയാണ്, കർത്താവിൻ്റെ ആ കരുണയാൽ അവിടുത്തെ നമ്മുടെ കടപ്പത്രം, നമ്മുടെ കടമെല്ലാം കർത്താവ് ഇളവ് ചെയ്തിട്ട് കടപ്പത്രം തിരിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാ പാപഭാരവും യേശുക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് ഒരു സെക്കൻഡ് ഒന്ന് നിശബ്ദമായിട്ട് വരും ഇവിടെ ഇരിക്കാം. ഒരു ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഇരുന്നുള്ളൂ, കുഴപ്പമില്ല. നമ്മുടെ സകല കടബാധ്യതകളും എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപകടങ്ങളെല്ലാം അതെല്ലാം യേശുക്രിസ്തു ഏറ്റെടുക്കും. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ എന്ത് കിട്ടും? അപ്പോൾ മനുഷ്യാവതാരത്തിലൂടെ യേശുക്രിസ്തു സകലരുടെയും പാപത്തിന് പരിഹാരമുള്ള അവരുടെ അധപ്പതിച്ച അവസ്ഥയെ ഏറ്റെടുത്തു എന്ന് വിശ്വസിച്ചാൽ നമുക്കെന്ത് ഗുണം കിട്ടും? ഇതല്ലേ ചോദ്യം. ഇപ്പോൾ വിശ്വസിക്കുന്നവൻ്റെ ഏറ്റവും പ്രധാന ഗുണം, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കണ്ണൻ്റെ അവസ്ഥ നമുക്കറിയായിരുന്നു. ഇപ്പം അവനെക്കുറിച്ച് മോശമായിട്ടൊന്നും പറയാൻ പാടില്ല, എന്നാലും അതുപോലെ ഒരുപാട് പേര് വലിയ തിന്മയുടെ സ്വാധീനത്തിലായിരിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അവനെ പരിചയപ്പെട്ടു. ഞാൻ പറഞ്ഞു, നീ എൻ്റെ കൂടെ വായോ. അയ്യോ, ഞാൻ ഭയങ്കര തിന്മയിലാണ്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നീ എൻ്റെ കൂടെ വായോ. ഇപ്പോൾ പറഞ്ഞ അയച്ച് വിഷമില്ല, അവനതിനകത്ത് പ്രയാസപ്പെടുന്നില്ല. ഞാൻ ഷില്ലോങ് ഭാഗത്ത് ധ്യാനിപ്പിക്കുന്ന സമയത്താണ്, ധ്യാന ടീമിലാണ് കണ്ണനും ജോമോൻ പാവം മരിച്ചുപോയി. ഇവർ 2 പേരും ഭയങ്കര വാക്കുപയോഗിക്കണില്ല. വണ്ടിയുടെ, ഞാൻ ഫ്രണ്ടിലിരിക്കുന്നു, ഡ്രൈവർ ഇരിക്കുന്നു, വണ്ടിയുടെ പുറവശത്ത് ഇവർ തമ്മിൽ ഭയങ്കര ഇടിച്ചിട്ട് കണ്ണൻ്റെ ഇവിടെ മുഖത്തൊക്കെ ചോര വന്നു. ഞാൻ വേഗം ഡ്രൈവറോട് പറഞ്ഞ് വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തി പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഇവരെന്ത് ചെയ്യണം, എനിക്ക് ഒട്ടും ദേഷ്യം വന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഇടി കണ്ടിട്ട്. ഞാൻ ഇവനെ കയറി കെട്ടിപ്പിടിച്ച, എൻ്റെ മോനെ, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? കണ്ണെന്ന് പറയുന്നത് കണ്ണം പറയും, അന്നെനിക്ക് മാനസാന്തരമുണ്ടായി. ഞങ്ങൾ ഇത്രയും ഇടിച്ചിട്ടും ബ്രദർ ഞങ്ങൾ ഒരു വാക്ക് കുറ്റം പറയാതെ പറഞ്ഞു, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. അന്ന് മുതൽ കണ്ണൻ മാനസാന്തരത്തിലേക്ക് വന്നു. ഇപ്പോഴാണ് അതിൻ്റെ ഒരർത്ഥം മനസ്സിലാകണം. കണ്ണനെ ഞാൻ പറഞ്ഞത് കൊണ്ടോ ഒന്നുമല്ല, കണ്ണൻ മനുഷ്യാവതാരത്തിലൂടെ
അവന്റെ അധപ്പതിച്ച അവസ്ഥ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. ഇതാണ് അവസ്ഥ. അപ്പൊ ഇത് നമ്മൾ വിശ്വസിച്ചാലേ നമുക്ക് സുവിശേഷം പറയാൻ പറ്റുള്ളൂ. എടാ നിന്നെയൊക്കെ കർത്താവ് കൊല്ലൂടാ, നരകത്തിലിടൂടാ, നിനക്കൊക്കെ അങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ഇപ്പൊ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആനുകൂല്യം അവൻ്റെ സകല കടവും സിറമൽബാർ കുർബാനയിലെ സകലേശ്വരനാം എന്നുള്ള ആ പാട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ളതാണ്. കടപ്പത്രം തിരിച്ചെടുത്ത് നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുവിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സകല കടബാധ്യതകളും യേശുക്രിസ്തു ഏറ്റെടുക്കുന്നു. ഇനി ഫോർ ദ വൺ ഹൂ ഡസ് നോട്ട് ബിലീവ്, വിശ്വസിക്കാത്തവൻ ഈ ദുരിതാവസ്ഥയിൽ ഇരിക്കുന്നു. അതാണ് യോഹന്നാൻ 3:16 അടുത്ത ഭാഗം. യോഹന്നാൻ 3:16 പറയുന്നത്, ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം സ്നേഹിച്ചു, അവനിൽ വിശ്വസിക്കുന്നവരാരും തന്നെ നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കുന്നതിനായിട്ട്. ചാപ്റ്റർ മാറി. 3:16 അവിടെ എഴുതിയിട്ടുണ്ട് വിശ്വസിക്കാത്തവൻ്റെ കാര്യം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം നിശ്ചയിച്ചു. അടുത്തത്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല. ലോകത്തെ മുഴുവനും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ഇനി അടുത്തതാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ അതാണ് യുവർ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് ദ വൺ ഹൂ ഡസ് നോട്ട് ബിലീവ്? വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഏകജാതൻ എന്ന് പറയുന്നത് നിത്യവചനമാണ്. ആ നിത്യവചനം മനുഷ്യനായി അവതരിച്ചു. ഈ പാപിയായി ഈ വിശ്വസിക്കാത്തവനെ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. പക്ഷേ ഏറ്റെടുത്തു എന്ന് അയച്ചുകൊണ്ട് അവന് അനുഭവമില്ല. കാരണം അവനിത് വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോഴേ അവന് ഇതിൻ്റെ ആനുകൂല്യം കിട്ടുന്നുള്ളൂ. എന്നിട്ട് ഈ ശരീരമാണ് ഈശോ കുരിശിൽ ഉയർത്തിയത്, അവന് വേണ്ടി പാപപരിഹാരം ചെയ്തത്. അതവൻ വിശ്വസിക്കുകയാണെങ്കിൽ, വിശ്വസിച്ചില്ലെങ്കിൽ അവൻ ഈ പാപത്തിൻ്റെ, അതാണ് ഇവിടെയുള്ള ഒരു നരകീയ അവസ്ഥ. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കും. ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ ഈ അനുഗ്രഹം ഈശോ നേടിയ മനുഷ്യാവതാരത്തിലൂടെ, O Lord, through your incarnation you have reconciled us with the Father. Through your passion you cancelled our sins. Through your resurrection you have given us new life. Through your ascension you have opened here. ഈ കംപ്ലീറ്റ് അവസ്ഥ അവന് ലഭിക്കാതിരിക്കുന്ന അവസ്ഥയാണ് അവനെ സംബന്ധിച്ചുള്ള ശിക്ഷാവിധി. ശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ അവൻ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹ വലയത്തിൽ നിന്ന് പുറത്ത് ഉള്ള ഒരവസ്ഥയാണ്. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ കൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ്, എൻ്റെ കൂടെ ശേഖരിക്കാത്തവൻ ചിതറിക്കപ്പെടുന്നു. So in short, one experienced the kingdom in the earth itself and the other later. Kingdom in the earth itself, exactly. ഇവിടെ വെച്ച് തന്നെ നമ്മൾ ദൈവപ്രകൃതിയിൽ ഒന്നായിരിക്കണം. ഇപ്പൊ നമ്മൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലുള്ളപ്പോൾ സ്വർഗത്തിലാണ് നമ്മൾ. ഇവിടെ വെച്ച് തന്നെ നമ്മൾ ദൈവരാജ്യത്തിന്റെ അവസ്ഥയിലാണ്. പക്ഷേ മരണാനന്തര ജീവിതത്തിൽ നമ്മൾ ആ ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് കടക്കുന്നു. ആൻഡ് അതർ ലേറ്റർ, അതർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നമുക്ക് നാളെ നോക്കാം, അല്ലെങ്കിൽ ഒരു ദിവസം നോക്കാം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ബോധ്യങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുക. എൻ്റെ വാട്സപ്പിൽ ഇടാം, 00919447196033. ഇപ്പം നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇവിടെ എനിക്ക് ഒരുപാട് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരു അച്ഛനുണ്ട്, കപ്പുച്ചിനാണോ ഫ്രാൻസിസ്കനാണോ?
കാപ്പുച്ചിൻ. ഇവിടെ ഞാൻ ഫ്രാൻസിസ് അസീസിനൊക്കെ പറയായിരുന്നു. ഇന്ന് കർത്താവിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കാൻ എനിക്കൊരു വകുപ്പ് കിട്ടി. ഞാനിവിടെ വന്നപ്പോഴേ തന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നവർ പറഞ്ഞ ബ്രദറിൻ്റെ ക്രിസ്മസിന് ഞാൻ ഹോട്ടലിൽ ഡിന്നർ ലഞ്ചൊക്കെ ബുക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ഞാനിവിടെ ഈ ക്രിസ്മസിന് ഈശോയുടെ ദാരിദ്ര്യം അനുഭവിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ബ്രദറെ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ മോനെ വേണ്ടടാ, ഞാൻ ഇന്ന് ഇവിടെ ഒന്ന് ദാരിദ്ര്യം അനുഭവിക്കാനാണ് വന്നത്, പുൽത്തൊട്ടിയിലുള്ള ആ ക്രിസ്മസ്. അപ്പോൾ പിന്നെ അവരോട് ഇപ്പോൾ എന്ത് പറയാൻ പറ്റും, ക്രിസ്മസിന് ഉച്ചയ്ക്ക് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, അവനെ കർത്താവ് ഇടപെട്ടു, അവനെ മറപ്പിച്ച് കളഞ്ഞു. അതാണ് എനിക്കതിനകത്ത് വലിയ ദൈവപരിപാലന തോന്നണത്. ഇപ്പോൾ ആളിവിടെ ഇരിക്കുന്നുണ്ട്, മനസ്സിലായോ? ഒരാള് ഭക്ഷണം കൊണ്ടുവരാന്ന് പറഞ്ഞ് മറക്കുക എന്ന് പറഞ്ഞത് ഇമ്പോസിബിൾ. അപ്പോൾ ഇവിടെ 2 മണിക്ക് എനിക്ക് ക്ലാസ് ഉണ്ട്, 1:30 ആയിട്ടും ഭക്ഷണം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ നന്ദി കർത്താവേ, അവൻ മറന്നു പോട്ടെ. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന കുറച്ച് കഞ്ഞി ഉണ്ടായിരുന്നു, നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ പഴങ്കഞ്ഞി, അത് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പട്ടിണി കിടന്നില്ല, പഴങ്കഞ്ഞി ഇച്ചിരി പയറുണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. അപ്പോൾ ജീവിതത്തിൽ ഇന്നേ വരെ ക്രിസ്മസിന് അങ്ങനെ ഒരു കഴിക്കലുണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് എൻ്റെ പ്രത്യേക പ്രാർത്ഥന കൊണ്ട് ഒരു ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി, കർത്താവിൻ്റെ ദാരിദ്ര്യം അനുഭവിച്ച് ഞാൻ അതിൻ്റെ ആനന്ദത്തിലാണ്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കഴിച്ചോളാം. അപ്പോൾ നമുക്ക് നന്ദി പറയാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അച്ഛനും എല്ലാവരും കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ഇത് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവർക്കും കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ പണി ഒന്ന് ഇവിടെ വന്നിരിക്കാം, ഒരു ആശീർവാദം തരാം. വന്നതല്ലേ, പായ അച്ഛൻ വാ, നമുക്കൊരു കർത്താവിൻ്റെ ആ ഒരു അനുഗ്രഹമാണിത്. ഇവിടെ യു ക്യാൻ പുൾ ദിസ് ചെയർ, ആ ചെയർ ഇട്ട്. അച്ഛൻ്റെ പേര് ഫാദർ ആഞ്ചലോ. കണ്ടോ, ആഞ്ചലോ. ദാ കം ഹിയർ, സിറ്റ് ഹിയർ. ദാ യാ ലുക്ക് ഹിയർ, ഫാദർ ആഞ്ചലോ. അച്ഛൻ 2 വാക്ക് പറഞ്ഞു, ഒരു ക്രിസ്മസ് സന്ദേശത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞോളൂ. എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ ഈ ജന്മദിനത്തിൽ എല്ലാ സമാധാനവും ശാന്തിയും നേരുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഭവനത്തിലും നമ്മളെവിടെയൊക്കെ പ്രവർത്തിക്കുന്നു അവിടെയൊക്കെ ഉണ്ടാകട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ ഒരു ഉണ്ണിയേശു പിറക്കുവാനായിട്ട് കയ്യിലിരിക്കുന്ന ഒരു ഉണ്ണിയേശു നമ്മുടെ ഹൃദയത്തിലും പിറക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ ഈശോ നമ്മളെ അനുഗ്രഹിക്കും, നമ്മുടെ കുടുംബത്തിൽ ശാന്തി സമാധാനം ഉണ്ടാവും. ഓക്കെ, നമുക്കെല്ലാവർക്കും ഒന്ന് സ്തുതിക്കാം. എന്നിട്ട് അച്ഛൻ ഒരു ആശീർവാദം തരും കേട്ടോ. ശരി, നമുക്കെല്ലാവർക്കും സ്തുതിക്കാം. ഇവിടെ പിള്ളേരും ഒക്കെ ഉണ്ട്, മാർട്ടിൻ കുട്ടികളെല്ലാം ഉണ്ട്. നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഈശോയെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങളെ ഇന്നത്തെ ദിവസം ലോകം മുഴുവനും സമാധാനം ഉണ്ടാകട്ടെ. ലോകം മുഴുവനുമുള്ള പ്രപഞ്ചം മുഴുവനും ഈശോയുടെ ശരീരത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും ഒന്നായിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. എല്ലാ ജാതി മതസ്ഥരും എല്ലാ പാപികളെയും ഈശോ സ്വീകരിച്ചിരിക്കുന്നു തന്റെ ശരീരത്തിൽ. തന്റെ മനുഷ്യപ്രകൃതി, ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും ഒന്നായിരിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്കത് വിശ്വസിച്ചുകൊണ്ട് മറ്റ് മനുഷ്യരെല്ലാം നമ്മുടെ സ്വന്തം സഹോദരരായിട്ട് കാണുക. അതാണ് ഫ്രാൻസിസ് അസീസി. ഈ ക്ലാസിന്റെ അവസാനത്തിൽ ഇപ്പോൾ വന്നതാണ് ആഞ്ചലോ അച്ഛൻ. ഞാൻ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു. ഇതാണ് ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി. ഈ 800-ലധികം വർഷമായിട്ടും ആ സ്പിരിച്വാലിറ്റി നഷ്ടപ്പെടാതെ, ആ ദാരിദ്ര്യം നഷ്ടപ്പെടാതെ ആ ഫ്രാൻസിസ് ഒരു മാർപ്പാപ്പയെ തന്നെ കയ്യിലെടുത്തിരിക്കുന്നു. ആ മാർപ്പാപ്പ ആ ദാരിദ്ര്യവും ആ സുവിശേഷവും ജീവിക്കുന്നു. ഇങ്ങനെ നമ്മളെല്ലാവരും ഈ ക്രിസ്മസിന്റെ ഇന്നു മുതൽ നമ്മളെല്ലാവരും ഈശോയുടെ ശരീരത്തിലാണെന്നും മറ്റാരെയും വിധിക്കാതെ എല്ലാവരെയും
ആ ക്രിസ്തു സ്നേഹത്തിൽ സമാധാനത്തിൽ നമുക്ക് സ്വീകരിച്ച് നമുക്കൊന്നുകൂടി സ്തുതിക്കാം. എല്ലാവരുടെയും രോഗങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം സൗഖ്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. The name of Jesus be healed. The name of Jesus be healed. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ മനുഷ്യാവതാരത്തിലൂടെ യേശു ഞങ്ങളുടെ ബലഹീനതകളും അധപ്പതനങ്ങളും ഏറ്റെടുത്തിരിക്കുന്ന വിശ്വാസത്തിലൂടെ മാറാൻ രോഗങ്ങൾ മാറട്ടെ, ക്യാൻസർ രോഗങ്ങൾ മാറട്ടെ, ഹൃദയ രോഗങ്ങൾ മാറട്ടെ, കിഡ്നി രോഗങ്ങൾ മാറട്ടെ, ശരീരത്തിന്റെ എല്ലാ രോഗങ്ങളും മാറട്ടെ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. പാപത്തിന്റെ വലിയ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ഇതാ ഇപ്പോ ശക്തമായ നടുവേദനയുള്ള 10 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ശക്തമായ നടുവേദനയുള്ളവരെ സുഖപ്പെടുത്തുന്നു, എലിവേദനയുള്ളവരെ സുഖപ്പെടുത്തുന്നു, മലബന്ധമുള്ളവരെ സുഖപ്പെടുത്തുന്നു, മലബന്ധമുള്ളവരെ സുഖപ്പെടുത്തുന്നു. ഹെർണിയ സുഖപ്പെടുത്തുന്നു, ഹെർണിയ സുഖപ്പെടുത്തുന്നു. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ അസുഖമുള്ളവരെ സുഖപ്പെടുത്തുന്നു. കിഡ്നി രോഗികളെ സുഖപ്പെടുത്തുന്നു. പാൻക്രിയാസ് രോഗികളെ സുഖപ്പെടുത്തുന്നു. ഡയബറ്റിക്സ്, ഹൃദയ രോഗികളെ സുഖപ്പെടുത്തുന്നു. എല്ലാ രോഗികളും അങ്ങയുടെ ശരീരത്തിലാണ്. മനുഷ്യാവതാരത്തിലൂടെ എല്ലാ രോഗികളും അങ്ങയുടെ ശരീരത്തിലാണ്. അവൻ ഗലീല മുഴുവൻ ചുറ്റി നടന്നു, സകല രോഗികളെയും സുഖപ്പെടുത്തി. സകല രോഗികളെ, കാരണം എല്ലാ രോഗികളും ഈശോയുടെ ശരീരത്തിലാണ്. ഈശോയ്ക്ക് ഒരു പക്ഷപാതം കാണാൻ പറ്റില്ല. കുഷ്ഠരോഗി വന്നപ്പോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തുന്നു. ഉടനെ പറഞ്ഞു എനിക്ക് മനസ്സുണ്ട്, നീ സുഖമാകൂ. കാരണം ആ കുഷ്ഠരോഗി യേശുവിടെ ശരീരത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സൗഖ്യങ്ങൾ കിട്ടുന്നവര് എനിക്ക് മെസ്സേജ് ഇടാം സാധാരണമായി. അത് ദൈവത്തിന് നന്ദി പറയാനും ഈ മെസ്സേജുകളുടെ ഈ ഇന്നത്തെ സുവിശേഷത്തിന്റെ ആധികാരികതയാണ് ആ സൗഖ്യത്തിലൂടെ പ്രഖ്യാപിക്കുന്നത്. അതാണ് മർക്കോസിന്റെ സുവിശേഷം 16:20 പറയുന്നത്. അവർ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിച്ചു. കർത്താവ് അവരോടൊപ്പം പ്രവർത്തിച്ചു. അടയാളങ്ങളിലൂടെ, സൗഖ്യങ്ങളിലൂടെ അവരുടെ പ്രബോധനത്തെ സ്ഥിരീകരിച്ചു. അപ്പോൾ ഇപ്പോൾ കേട്ട പ്രബോധനം സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ കർത്താവ് സൗഖ്യം നൽകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ മനുഷ്യാവതാരത്തിൻ്റെ മംഗളം, ഈ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ മനസ്സിലാക്കലിലൂടെ ഇന്നു മുതൽ നിങ്ങൾക്കുള്ള ആനന്ദത്തെ ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. എനിക്ക് ഭയങ്കര ആനന്ദമാണ്. ഓക്കെ, ഇപ്പോൾ ഇനി ആഞ്ചലോ അച്ഛൻ നമുക്ക് വേണ്ടി ബ്ലെസ്സിങ് തരും. പ്രൈസ് ദി ലോർഡ്. ഈ ഉണ്ണീശോനെ പിടിച്ചുകൊണ്ട് പോകണം. യു ക്യാൻ ബ്ലെസ് വിത്ത് ദ കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും, ഇത് ശ്രമിക്കുന്ന എല്ലാവരെയും, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഉണ്ണി യേശു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛൻ. കണ്ടോ, കൃത്യസമയത്ത് അച്ഛൻ വന്ന കണ്ടോ. ഇതാണ് ദൈവത്തിൻ്റെ പ്രോവിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു. നമുക്ക് പറ്റുകയാണെങ്കിൽ നാളെ ഒരു ക്ലാസ്സും കൂടി തരാൻ നോക്കാം. അല്ലെങ്കിൽ പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് വരാൻ പറ്റില്ല. സോ നിങ്ങൾ സന്തോഷത്തിലായിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ബൈ 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 ബൈ. താങ്ക് യു സുനിൽ. താങ്ക് യു എവരിബഡി. താങ്ക് യു ബ്രദർ. വെൽക്കം. സോ താങ്ക് യു once again. ഓഫ്ലൈൻ ആകട്ടെ. ബ്രദർ ഉച്ചക്ക് പട്ടിണിയായിരുന്നു. ഇല്ല, പട്ടിണിയായിരുന്നു.